ഹബീബായ തങ്ങൾ പറയുന്ന ഹദീസ് മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു, ആരെങ്കിലും മരണപ്പെടുകയും അവർക്ക് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരിച്ച മയ്യത്തിന്റെ അവകാശികള്, ആ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മയ്യത്തിന് പകരമായി നോമ്പ് നോൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ഇമാം ബുഖാരി മുസ്ലിം തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ്, അബൂ ദാവൂദ് സുനൻ, മഹാനായ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി ഇമാം മുസ്ലിം രണ്ട് മഹാന്മാരും കൊണ്ടുവന്ന ഹദീസാണിത്. മയ്യത്തിന് നോമ്പുണ്ടോ, ബന്ധുക്കൾ നോമ്പ് വീട്ടണം, ഖളാ വീട്ടണം. ഇല്ലെങ്കിൽ ഉമ്മാന്റെ കടം വീടൂല, വാപ്പായുടെ കടം വീടില്ല. ബന്ധുക്കൾക്കത് നിർബന്ധമാണ്. മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു, ആരെങ്കിലും മരിക്കുകയും അവർക്ക് നോമ്പ് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് പകരമായിട്ട് ബന്ധുക്കൾ നോറ്റുകൊടുക്കണേ. പകരം ചെയ്താൽ കൂലി കിട്ടും എന്നതിന് തെളിവ് ഇത് മാത്രം പോരെ. നമ്മുടെ അമൽ നമുക്ക് അവകാശപ്പെടുന്നതാണ്. നമ്മളൊരു അമൽ ചെയ്താൽ നമുക്ക് അവകാശമായി ആ സംഭവം, അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു ഖിയാസാണ് അലിമീങ്ങൾ കൊണ്ടുവരുന്നത്. ഈ തെളിവുകൾക്കൊക്കെ പുറമെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, 100 രൂപ ഉണ്ട്, അത് നിങ്ങളുടേതാണോ, നിങ്ങൾക്ക് മിൽക്കുണ്ടോ, നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാം, ദാനം ചെയ്യാം. വേറെ ഒരാളുടെ കിഷിനെടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടേത് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളൊരു അമൽ ചെയ്താൽ അതിന്റെ കൂലി നിങ്ങൾക്കാണ്. അത് പറയാം, അല്ലാഹുവേ, എന്റെ ഈ ഫാത്തിഹ ഞാൻ ഓതിയത്, യാസീൻ ഞാൻ ഓതിയത്, ഖുർആൻ ഓതിയത്, ഖതം തീർത്തത് ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ, അല്ലെങ്കിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ ഖാലി ഹസൈനാർ തങ്ങളുടെ പേരിൽ ഞാൻ ഹദിയ ചെയ്യുകയാണ്. നിങ്ങൾ ആർക്കും ഹദിയ ചെയ്യാം. അതിലൊന്നും ശറയിൽ ഒരു വിരോധവുമില്ല. നിർബന്ധമാണോ? അല്ല, നിർബന്ധമുള്ള വിഷയമല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് ചെയ്ത് തെറ്റാണോ? ഒരിക്കലുമല്ല. ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുന്നു. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന ഉമ്മി തുഫിയതു അലൈഹാ സിയാമു ശഹ്രിൻ, എന്റെ ഉമ്മ ഒരു മാസത്തെ നോമ്പ് നോൽക്കാതെയാണ് മരിച്ചുപോയത്. ചില റിവായത്തിൽ 2 മാസത്തെ നോമ്പുണ്ട് എന്ന് പറഞ്ഞു. ചിലത് പറഞ്ഞു ഉമ്മ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിരുന്നു. നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി മാറും. ഞാൻ നോമ്പ് നോൽക്കാൻ അല്ലാഹു തആലക്ക് വേണ്ടി തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ആ തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ ഫർളാണ്, നിർബന്ധമായി കഴിഞ്ഞു. സുന്നത്തല്ല, പിന്നെ ഫർളാണത്. നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാകും. അവര് ചോദിച്ചു, നബിയേ, എന്റെ ഉമ്മാക്ക് പകരം ഞാനത് നോൽക്കുന്നത് മതിയാവുമോ റസൂലേ? നബിയുടെ മറുപടി വന്നു, അറഅയ്തി ലൗ കാന അലാ ഉമ്മികി ദൈനുൻ അകുൻതി തഖ്ദീഹി, നിങ്ങളുടെ ഉമ്മാക്കൊരു കടമുണ്ടെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടുമോ? ആ പെണ്ണ് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഉമ്മയുടെ കടം ഞങ്ങൾ വീട്ടും. ഫദൈനുല്ലാഹി അഹഖു ബിൽ ഖളാ, എന്നാൽ അല്ലാഹുവിന്റെ കടമാണ് ആദ്യം വീട്ടേണ്ടത്. സൂമി അൻ ഉമ്മിക്കി, നിങ്ങളുടെ ഉമ്മാക്ക് പകരം നിങ്ങൾ നോമ്പെടുത്തോളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബന്ധുക്കളോട് നോൽക്കണം എന്ന് പറയുന്നത് ബന്ധുക്കളാണ് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ മുന്നോട്ട് വരിക എന്ന ഗാലിബിനെ നോക്കിയിട്ടാണ് എന്ന് അലിമീങ്ങൾ പറയും. ബന്ധുക്കൾക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും അവർക്ക് പകരം നോമ്പെടുക്കാം, അവർക്ക് പകരം നന്മ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകളെ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ നന്മകളെ സ്വീകരിക്കട്ടെ. അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് 2 ദീനാർ ഏറ്റെടുത്തത് അതിന് തെളിവാണ്. 2 ദീനാർ നബിയെ ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കാൻ നിന്നത്. അബൂ ഖതാദ തങ്ങളും മരിച്ച മയ്യിത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. പക്ഷേ ഈമാനിന്റെ ബന്ധം മതി, ഈമാനിന്റെ ബന്ധം മതി. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റുമോ? ഇതാണ് വലിയ തർക്കമുള്ള വിഷയം. മറ്റേതൊക്കെ ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയങ്ങളാവാം. പക്ഷേ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാം, ഖബറിനടുന്ന് ഓതാൻ പറ്റുമോ? അപ്പൊ പറയും ബിദ്അത്താണ്. സുബ്ഹാനല്ലാഹ്. മരിച്ച മയ്യത്തിന്റെ അടുത്ത് യാസീൻ ഓതാൻ പറ്റുമോ? പറയും ബിദ്അത്താണ്. പത്രം വായിച്ചാലും കുഴപ്പമില്ല, യാസീൻ ഓതാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ എനിക്ക് വളരെ വേദന തോന്നുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് കളിക്കരുത്. നിങ്ങൾ വേറെ ഏതെങ്കിലും പണി ചെയ്തോളൂ. ദീനിന്റെ വിഷയങ്ങൾ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച വിഷയങ്ങളിൽ കയറി സംസാരിക്കുമ്പോൾ ഇച്ചിരി അദബ് വേണം. അത്രമാത്രമേ പറയുന്നുള്ളൂ.
ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതിയാൽ തെറ്റാണത്, പാടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? വിശുദ്ധ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ശറഅ് പറഞ്ഞ സ്ഥലങ്ങളിൽ പാടില്ല. ജനാബത്തുള്ള ഒരാൾ ഓതാൻ പാടില്ല, അശുദ്ധിയുള്ള ഒരാൾ ഓതാൻ പാടില്ല, ബാത്റൂമിൽ വെച്ച് ഓതാൻ പാടില്ല, ഔറത്ത് കാണിച്ച് ഔറത്ത് മറക്കാതെ ഓതിക്കൂടാ, അല്ലെങ്കിൽ റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അലാ വ ഇന്നി നുഹീതു അൻ നഖറഅൽ ഖുർആന റാകിഅൻ വ സാജിദാ. റുകൂഇലും സുജൂദിലും ദിക്റ സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅല. ഇതുപോലെ ദിക്റുകളെ റുകൂഇലും സുജൂദിലും പറ്റും. അവിടെ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക പാടില്ല. അല്ലാഹു എന്നോട് നിരോധിച്ചിരിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞു. റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല, റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല, ബാത്റൂമിൽ പാടില്ല, ജനാബത്തുള്ള ആള് ഓതാൻ പാടില്ല. ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഖബറിന്റെ അടുത്ത് പാടില്ല എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അസ്ലു ഷൈഇൽ ഹില്ലു, മിനിമം ഏതൊരു വിഷയത്തിന്റെയും അടിസ്ഥാനം ഹലാലാണെന്നാണ്. മയ്യത്തിനടന്ന് ഓതുമ്പോഴേക്കും അങ്ങോട്ട് പോയി ശിർക്കായി പോയി, അല്ലെങ്കിൽ ബിദ്അത്തായി പോയി എന്ന് ദയവ് ചെയ്ത് പറയരുത്. എന്താണ് ഇതിന് തെളിവ്? ഇത് മുഹാജിറുകൾ ചെയ്ത പണിയാണ്, ഇത് അൻസ്വാരികൾ ചെയ്തതാണ്, താബിഈങ്ങൾ പ്രമുഖരായ പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ്. അംഗീകരിച്ചു കഴിഞ്ഞൊരു വിഷയത്തിൽ നമ്മൾ അതിൽ അഭിപ്രായം പറയുന്നത് വലിയ അദബുകേടാണ്. അള്ളാഹുവിനോട് അദബ് കാണിക്കാത്തതിന്റെ പേരിലാ ഇബ്ലീസിനെ പുറത്താക്കിയത്. ആദം നബിയോട് അദബ് കാണിക്കാത്തതിന്റെ പേരിൽ അദബുകേട് ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ ബറക്കത്തുള്ളതല്ലേ? നമ്മൾ ആദ്യം അത് ചർച്ച ചെയ്യാം. ഖുർആന് ബറക്കത്തുണ്ടോ ഇല്ലേ? ഖുർആൻ, അല്ലാഹു തആല ഖുർആൻ ഇറക്കിയതിന് ലക്ഷ്യങ്ങളുണ്ട്. ഇതൊരു സംവാദമോ അല്ലെങ്കിൽ എന്നൊരു വിവാദമോ അതൊന്നുമല്ല. കാര്യങ്ങൾ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം. ഇതൊരു ഉറൂസ് പരിപാടിയാണ്. മഹാനായ ഖാദി ഹുസൈനാർ തങ്ങൾ അനുസ്മരിക്കുന്ന അല്ലാഹുവിന്റെ ഒരു വലിയനെ ആദരിക്കുന്ന ഒരു സദസ്സാണിത്. അതിന്റെ പേരിൽ ഒരു ബിദ്അത്തും അല്ലാഹു അംഗീകരിക്കാത്ത, ദീൻ പൊറുക്കാത്ത, മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത ഒരു തിന്മയും ആരും ചെയ്യാൻ പാടുള്ളതുമല്ല. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം. നമ്മൾ മയ്യത്തിനടന്ന് ദുആയിരക്കൂലേ, ഖബറങ്ങ് ചെന്ന് യാസീൻ ഓതില്ലേ, ഖുർആൻ ഖത്തപ്പുര കിട്ടുന്നില്ലേ നമ്മള്? അതൊക്കെ നന്മയാണ് എന്ന് മനസ്സിലാക്കുക, ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം. വിശുദ്ധ ഖുർആൻ ബറക്കത്ത് ഉള്ളതാണ്, അല്ലാഹു ബറക്കത്തിന് വേണ്ടി ഇറക്കിയതാണ്. ശരിയാണ്. ലിതുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനുള്ളതാണ് ഖുർആൻ. ഖുർആൻ മരിച്ചോടത്ത് ഓതാനുള്ളതല്ല എന്ന് കളിയാക്കി പറയുന്നവരുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത്, ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ്. ജീവിച്ചിരിക്കുന്നവർക്കും മരിക്കുന്നവരും ബറക്കത്ത്, ഖുർആന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ്. ഖുർആനിന് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളുണ്ട്, ഒന്ന് മാത്രമല്ല. അല്ലാഹു തആല തന്നെ പറയട്ടെ, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഇത് ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, മുബാറക്കാണ്. ഫത്തബിഊഹു, ഈ ഖുർആനെ നിങ്ങൾ അംഗീകരിച്ച് ജീവിക്കണേ. വത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുന്നു, വഹാദാ ദിക്റും മുബാറകുൻ അൻസൽനാഹു അഫഅൻതും ലഹു മുൻകിറൂൻ. ഇത് അല്ലാഹു തആല ആകാശ ലോകത്ത് നിറക്കിയ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണോ? ഖുർആൻ ബറക്കത്തുള്ളതാണ്. ഖുർആൻ ഓതിയിട്ട് രോഗികൾക്ക് മന്ത്രിച്ച് ഊതിക്കൊടുത്താൽ അതിന് ശിഫയുണ്ടല്ലോ. ഈ മന്ത്രിച്ചൂത എന്ന് പറഞ്ഞത് അപ്പോഴേക്കും പറയാം, ആ പറഞ്ഞു വിദ്യാർത്ഥി, അതാ ഖുറാഫാത്ത് പറയുന്നു. ദീനിനെ പറ്റി പറയേണ്ടതിന് എന്താ? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ മാറ്റിവെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? നമ്മുടെ ഉമ്മത്തിന്റെ ബ്രെയിൻ വാഷ് ചെയ്തു കഴിഞ്ഞു. ബിദ്അത്തുകാർ ബ്രെയിൻ വാഷ് ചെയ്തു കഴിഞ്ഞു. എത്രയോ നന്മകൾ കെടുത്തിക്കളഞ്ഞു. എന്തെങ്കിലും ചെയ്യുന്നു പറയുന്നു, ഒക്കെ വേണ്ട 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 വേണ്ട, ഇന്നത് വേണം വേണം എന്ന് പറയുന്നുണ്ടോ? അധികം തന്നെ പറയാം, പഠിക്കാതെ അങ്ങോട്ട് പറയാം. അതിന് കാരണങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ഗൾഫ് നാടുകളിൽ പ്രവാസ ലോകം കൊണ്ടുണ്ടായ നന്മകളൊക്കെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ വിശ്വാസങ്ങളിലേക്ക് ബിദ്അത്ത് കയറി കൂടിയിട്ടുണ്ട്. അതിനൊക്കെ നമ്മുടെ പ്രവാസ ജീവിതം വലിയൊരളവോളം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവര് പറയുന്ന പ്രമാണങ്ങള് ശാഫിഈ മദ്ഹബിന്റെ പ്രമാണങ്ങളാണോ?
അയിമത്തുകൾ അംഗീകരിച്ചതാണോ എന്ന് പോലും നോക്കാതെ ഹദീസും ആയത്തും ഇവർക്ക് ഹദീസും ഖുർആനും തെളിവാണ്, മറ്റവർക്ക് അത് തെളിവല്ല. അങ്ങനെയല്ല. ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും റഈ സ്വഹാബയും ഇസ്തിഹ്സാനും മസാലിഹുൽ മുർസലയും റഈ സ്വഹാബയും ഇതൊക്കെ പ്രമാണങ്ങളാണ്. ദീനിന്റെ അസ്ലുകൾ എന്ന് മനസ്സിലാക്കിയാൽ ഈ വിഷയമൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയർ ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പറയാണ്, പ്രമാണബദ്ധമായ വിഷയങ്ങളെ ബിദ്അത്ത് എന്ന് പറയരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷെ ചെയ്യുന്നവരെ പറ്റി അവർ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ദയവ് ചെയ്ത് പറയരുത്. അത്രയേ പറയുന്നു. വിശുദ്ധ ഖുർആൻ ഓതിയാൽ ബറക്കത്തുണ്ട് എന്നതിന്റെ ഒരു തെളിവ് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ട് സഹീഹിന്റെ ഗ്രന്ഥങ്ങൾ, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസ്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങളൊരു യാത്രാ സംഘം ഞങ്ങളൊരു വഴിയിലൂടെ യാത്ര പോകുമ്പോ ഒരു നാട്ടിലെത്തിപ്പെട്ട് ഭക്ഷണമില്ലാതെ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരുമോ ഭക്ഷണം തരുമോ എന്ന് ആ നാട്ടുകാരോട് ചോദിച്ചപ്പോ അവരെ തന്നില്ല. അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ പറയാ, ഫമറൂ ബിതരീഖിഹിം അലാ ഹയ്യിൻ മിൻ അഹ്യാഇൽ അറബ്. അങ്ങനെയാണ് അക്കൂട്ടത്തിലെ ഗോത്ര തലവനെ ഒരു പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചതിൽ പിന്നെ എല്ലാ മരുന്നും പയറ്റി നോക്കിയിട്ട് അവർക്ക് ശിഫ കിട്ടാതെ വന്നപ്പോൾ ആ നാട്ടുകാര് സ്വഹാബികളോട് വന്ന് ചോദിച്ചു, ഹൽ ഫീകും റാഖ്, നിങ്ങളിൽ മന്ത്രിച്ചൂതി കൊടുക്കുന്നവരുണ്ടോ? മന്ത്രിച്ചൂതി കൊടുക്കുന്നവരുണ്ടോ? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ചോദിച്ചിട്ട് തരാത്തവരാണ് നിങ്ങൾ, അതുകൊണ്ട് മന്ത്രി ചോദിത്തരാം, ഞങ്ങൾക്കതിന് പ്രതിഫലം വേണം എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ 30 ആടുകളെ തരാം. 30 ആടുകൾ മതിയെന്ന് ചോദിച്ചു. മതി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആ രോഗബാധിതനായ പാമ്പ് കടിച്ച വിഷപ്പാമ്പ് കടിച്ച ഗോത്ര തലവന്റെ അരികത്തിരുന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുകയും അയാളുടെ തലയിലേക്ക് 7 പ്രാവശ്യം ഊതിക്കൊടുക്കുകയും ചെയ്തു. ബോധം തെളിഞ്ഞ പോലെ വിഷബാധയേറ്റ് കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു. 30 പറഞ്ഞ പോലെ 30 ആടുകളെ അവർക്ക് കൊടുത്തു. ഈ സംഭവം വെറൊരു ചരിത്രമല്ല, ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുള്ള ചരിത്രമാണിത്. സ്വഹാബത്തിന്റെ കാലത്തുണ്ടായത്. 30 ആടുകളെ കിട്ടിയിട്ട് അവരത് ഓഹരി വെക്കാൻ നിൽക്കുമ്പോ അബൂ സഈദ് തങ്ങൾ പറഞ്ഞു, നമുക്ക് റസൂലുള്ളാഹിനോടൊന്ന് ചോദിക്കണ്ടേ? നബി തങ്ങളോട് ചോദിച്ചിട്ടാവാം നമ്മൾ ഇത് എടുക്കുന്നത്. അവർ അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയേ, ഇങ്ങനെ സംഭവിച്ചു റസൂലേ, അവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല, അവര് ഞങ്ങൾക്കൊരു സൗകര്യവും തന്നില്ല ആ നാട്ടിലെത്തിയപ്പോ. കാരണം എന്താണെന്നറിയോ? ഒരു വിശ്വാസികളുടെ നാട്ടിലെത്തിയാൽ ആ വിശ്വാസിയുടെ ഭക്ഷണവും താമസവും ആ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണെന്നാണ് ശറഈന്റെ കാഴ്ചപ്പാട്. അതാ ഭക്ഷണമല്ലേ, ഭക്ഷണം. അതുകൊണ്ട് നമ്മളെ പഴമക്കാരൊക്കെ ജുമുഅക്ക് വരുമ്പോ ഏതെങ്കിലും നാട്ടുകാര് ഭക്ഷണമില്ലാത്തവർ കാണുമ്പോ വീട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. അത് ഈ കാഴ്ചപ്പാടാണ്, അത് ശരിയായൊരു കാഴ്ചപ്പാടാണത്. അന്നമില്ലാത്തവർക്ക് അന്നവും കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് വെള്ളവും കൊടുക്കൽ ഒരു നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ് ഇസ്ലാം പറയാം. മൂസാ നബിയും ഖദർ നബിയും യാത്ര പോയ ആ ചരിത്രമല്ലേ മതിൽ നന്നാക്കി കൊടുത്തത്. അവിടെ ഖദർ നബി പൊളിഞ്ഞു കിടന്ന മതിൽ നേരെയാക്കിയപ്പോ മൂസ നബിയോട് ചോദിച്ച ചോദ്യം എന്താണ്? മൂസ നബിയെ, അതിന് എന്തെങ്കിലുമൊക്കെ അവരോട് വാങ്ങിച്ചൂടായിരുന്നു? നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാരല്ലേ. കാശിന് വാങ്ങിച്ചൂടെ എന്നല്ല അവിടെ വിഷയം. ഒരു നാട്ടിലേക്ക് ഒരു മുസ്ലിം എത്തിയാൽ ആ മുസ്ലിമീങ്ങളായ ആളുകൾ, ആ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ്, യാത്രക്കാരെ അവർ സംരക്ഷിക്കണമെന്നാണ്. അത് ഇസ്ലാമിന്റെ ഒരു വലിയ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. മുത്തനബിയെ, ഞങ്ങളവരോട് അതിന് നിങ്ങൾക്ക് കൂലി വേണമെന്ന് പറഞ്ഞു. ഇല്ലാ ബിജുഅലിൻ തജഅലൂനഹു ലനാ എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ 30 ആടുകളെ ഞങ്ങൾക്ക് തന്നു നബിയെ. സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഓതിയിട്ട് ആ രോഗിയുടെ തലയിലേക്ക് ഊതിക്കൊടുത്തു നബിയെ. അല്ലാഹു ശിഫ കൊടുത്തു. ഇത് പറഞ്ഞപ്പോൾ നബി ഞങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? വമാ അദ്റാക അന്നഹാ റുഖിയ, ഇത് തന്നെയാണ് മന്ത്രി ചൂതി കൊടുക്കുന്ന ചികിത്സ. നിങ്ങൾ ചെയ്തത് ശരിയാണ്. യഖ്തസിമു, 30 ആടുകളും നിങ്ങൾ ഓഹരി വെച്ചെടുത്തോളൂ. വജഅലൂ ലീ മഅകും സഹ്മാ, അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു. സ്വഹാബത്തിന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടി അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായ ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. വിശുദ്ധ ഖുർആൻ ഓതിയാൽ ശിഫയുണ്ട്. മരിച്ചവരെടുത്ത് ഓതാൻ പാടില്ല എന്ന് പറയും. തെളിവതാ പറയാം. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനല്ലേ ഖുർആൻ? ആണ്. അത് ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമാണ്. അത് മാത്രമാണോ? അല്ല. ഖുർആൻ തബറുക്കുമുണ്ട്.
ഖുർആൻ ശിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ഖുർആൻ പഠിക്കാതിരിക്കണമെന്നല്ലേ പറഞ്ഞതിനർത്ഥം? ഖുർആൻ പഠിക്കണം, ഖുർആന്റെ വ്യാഖ്യാനം അറിയണം. പക്ഷെ അതൊന്നും അറിയാതെ ഓതിയാലും അതിന് കൂലിയുണ്ട്. അങ്ങനെയാണ്. ഖുർആൻ അറിയാതെ അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്. അർത്ഥം മനസ്സിലാക്കാതെ പാരായണം ചെയ്താലും ഹിഫ്ള് ചെയ്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട്. അർത്ഥം അറിഞ്ഞിട്ടാണെങ്കിൽ പ്രതിഫലം കൂടുതലാണ്. അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ വിശുദ്ധ ഖുർആൻ ശിഫയായിട്ടും റഹ്മത്തായിട്ടുമാണ് ഞാൻ ഇറക്കിയത് സത്യവിശ്വാസികൾക്ക്. മിനൽ ഖുർആൻ ലിബയാനിൽ ജിൻസി എന്നാണ്. ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ശിഫണ്ട് എന്നല്ല, ഖുർആൻ എന്നത് മുഴുവൻ ശിഫയും റഹ്മത്തുമാണ്. ഇനി ഇത് ബർക്കത്തുണ്ടെന്ന് ബോധ്യമായി. അത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണോ? മരിച്ചവർക്ക് ഓതിയ ബർക്കത്ത് കിട്ടൂലേ? ജീവിച്ചിരിക്കുന്നവർക്ക് ബർക്കത്ത് കിട്ടുന്ന ബോധ്യമായി. ഇമാം ബുഖാരി തങ്ങളുടെ ഈ ഹദീസ്, ഫാത്തിഹ ഓതി കൊടുത്തു, ബർക്കത്തുമായി ശിഫയുമായി. അബൂ സഈദ് ഖുദ്രി തങ്ങൾക്കും സ്വഹാബികൾക്കും 30 ആടുകളെയും കൊടുത്തു, സമ്മാനമായി കൊടുത്തു. ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി കൊടുത്താലോ അവർക്ക് പ്രതിഫലം കിട്ടൂലേ? കിട്ടില്ല എന്ന് എങ്ങനെ പറയും? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അസറടക്കം മുഹാജിരീങ്ങളും സ്വഹാബിമാരായ അൻസ്വാരികളും ചെയ്തിരുന്ന ഒരു നന്മയാണിത്. തെളിവ് ഒന്ന്, ഇമാം ബൈഹഖി എന്നവർ അവരുടെ സുനനിൽ കിതാബുൽ ജനായിസിൽ ഒരു ബാബ് കൊണ്ടുവരുന്നുണ്ട്. മഹാനായ ഇമാം ബൈഹഖി ആ പേജിന് ഹെഡിങ് കൊടുത്തത് ബാബ് ഖിറാഅത്തിൽ ഖുർആനി ഇൻദൽ ഖുബൂർ. ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതൽ എന്ന് പറഞ്ഞിട്ട് ഹദീസ് പണ്ഡിതനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി 4ാമത്തെ വോള്യത്തിൽ ഇമാം ബൈഹഖിയുടെ സുനനിൽ 56ാമത്തെ പേജ്, ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ജാമിഇൽ അവരുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകറിലും ഈ വിഷയം കൊണ്ടുവന്നു. യാ അല്ലാഹ്, 200ഓളം പേജുകളുള്ള കിതാബാണ് ഇമാം ഖല്ലാൽ തങ്ങളുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. ആ കിതാബിലെ അവസാന ഭാഗം 190ാമത്തെ പേജ്. ഇമാം ഖല്ലാൽ എന്നവർ പറയുന്നു, ഇമാം ഖല്ലാൽ എന്നവരാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ. ഹംബലി മദ്ഹബ് എന്ന് പറയില്ലേ, ഗൾഫ് നാടുകളൊക്കെ ഹംബലി മദ്ഹബാണ്. ഈ ഹംബലി മദ്ഹബുകാരും ഖുർആൻ ഓതണമെന്ന് പഠിപ്പിക്കുന്നവരാ. അതാണ് ഇതിന്റെ അത്ഭുതം. സുബ്ഹാനല്ലാഹ്. ഹംബലി മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതനാണ് ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അഹ്മദ് എന്നവരുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ, ഹിജ്റ 311 വഫാത്തായ പണ്ഡിതൻ. ഇമാം ഖല്ലാൽ എന്നവരെ അബ്ബാസ് ഇബ്നു മുഹമ്മദ് ദൗരി എന്നവരെന്ന് ഉദ്ധരിക്കുന്നു. قال قلت ليحيى بن معين, മഹാനായ യഹ്യ ഇബ്നു മഈൻ തങ്ങളോട് ഞാൻ ചോദിച്ചു. യഹ്യ ഇബ്നു മഈൻ എന്നവരെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്ന ഹംബലി മദ്ഹബിന്റെ ഇമാം, മുസ്നദ് എന്ന ഹദീസിന്റെ വിശ്വവിജ്ഞാനകോശമാണ് മുസ്നദ്. ആ മുസ്നദിന്റെ രചയിതാവാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇറാഖുകാരനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ. അവരുടെ കൂട്ടുകാരനാണ് യഹ്യ ഇബ്നു മഈൻ. ഇവരൊക്കെ അലാമുൽ ഉമ്മ, ഉമ്മത്തിലെ ഇൽമിന്റെ പർവ്വതങ്ങളാണ്. മഹാനായ യഹ്യ ഇബ്നു മഈൻ എന്നവരോട് ചോദിക്കാൻ, എന്താ ചോദിച്ചത്? യഹ്യ ഇബ്നു മഈനെ حدثني مبشر الحلبي عن عبد الرحمن بن العلاء بن اللجلاج عن نبيه أنه قال. മഹാനായ മുബശ്ശിറുൽ ഹലബി എന്ന സിഖത്തായ പണ്ഡിതൻ, സത്യസന്ധനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നിവരെന്ന് ഉദ്ധരിക്കുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ലജ്ലാജ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് മക്കളോട് വസിയത്ത് ചെയ്തു, ഇദാ മിത്തു, മക്കളെ ഞാൻ മരിച്ചാൽ വവദഅതുമൂനി ഫിൽ ലഹദി, എന്നെ നിങ്ങൾ ഖബറിലേക്ക് വെക്കുമ്പോൾ ഫഖൂലൂ, നിങ്ങൾ പറയണം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ മയ്യിത്ത് മറവിയുമ്പോൾ പറയാം, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. ഇത് പറഞ്ഞിട്ടാ വെക്കേണ്ടത്. ആര് വസിയത്ത് ചെയ്യാ? മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി മക്കളോട് പറയാൻ. താബിഈയാൻ.
എന്നിട്ട് നിങ്ങൾ എന്റെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ മെല്ലെ മണ്ണ് വാരിയിടണേ, ഒന്നായിട്ട് മണ്ണ് കൊട്ടരുത്. മയ്യത്തിന്റെ മീതെ മണ്ണ് മെല്ലെ വാരിയിടാവൂ. കാരണം എന്തെന്നറിയോ, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വേദനയുള്ളത് മരിച്ച മനുഷ്യന് വേദനയുണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ മയ്യത്തിന് വേദനയുണ്ട്. ഒരു മയ്യത്തിന്റെ ശരീരത്തിൽ മുറിവ് പറ്റിയാൽ ജീവിച്ചിരിക്കുന്നവന് മുറിവ് പറ്റിയാൽ വേദനയുണ്ടോ, അതിലേറെ വേദന മയ്യത്തിനുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ വഹയിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റരുത് എന്ന് പറയാൻ കാരണം. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പോലെ മയ്യിത്ത് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തരാൻ വഹയിന്റെ വെളിച്ചത്തിലേ കഴിയൂ. മരിച്ചു കിടക്കുന്ന ആൾക്ക് എണീറ്റ് പറയാൻ കഴിയില്ലല്ലോ. സാധാരണഗതിയിൽ അങ്ങനെയല്ലേ. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു അത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നവര് മക്കളോട് പറയുകയാണ്, മക്കളെ, എന്റെ ദേഹത്തേക്ക് നിങ്ങൾ മെല്ലെ മണ്ണ് വാരിയിടണം, മെല്ലെ മണ്ണ് വാരിയിടണം. وقرأوا عند رأسي بفاتحة البقرة وخاتمتها. എന്റെ മയ്യത്ത് എന്നെ മറവ് ചെയ്താൽ എന്റെ ഖബറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും നിങ്ങൾ ഓതണേ. അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ആമന റസൂലു, ആദ്യ ഭാഗം അലിഫ് ലാം മീം മുതലുള്ള ആദ്യ ഭാഗം നിങ്ങൾ ആ ഖുർആൻ ഓതണേ. ഫഇന്നീ സമിഅതു ഇബ്നു ഉമർ. നോക്കണം, എന്റെ ഗുരുനാഥൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. മഹാനവറുകൾ പറയാറുണ്ട്, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് നിങ്ങൾ ഖുർആൻ ഓതണേ. കാന യൂസി ബിദാലിക വയസ്തഹിബ്ബുഹു. ഇബ്നു ഉമർ എന്നവർക്ക് അത് ഇഷ്ടമായിരുന്നു, അവരങ്ങനെ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഒരു സ്വഹാബിയാണ് ചെയ്യുന്നത്. ഇബ്നു ഉമർ എന്നവരെ ഞാൻ അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ ആദ്യമാണ് ഇബ്നു ഉമർ എന്നവരെ സിയാറത്ത് ചെയ്യുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് മക്കയുടെ ശുഹദാ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരുടെ മഖാം അവിടെ മക്കയിലാണ്. മഹാനോട് സിയാറത്ത് ചെയ്യാൻ പറ്റി അൽഹംദുലില്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കെട്ടിനകത്ത് അവിടെ ഖബർ അവിടെയാണ്. ശുഹദാ, മക്കയിലെ ശുഹദാ എന്ന് പറയുന്ന പ്രദേശം. മഹാനവറുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സ്വഹാബിമാരെ വസിയത്ത് ചെയ്യാൻ എന്തിന്? ഞങ്ങൾ മരിച്ചാൽ ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതണം. നമ്മൾ പറയാ ബിദ്അത്താണ്. എത്ര വലിയ ദുരന്തമാണ് മുഅ്മിനേ ഇതൊക്കെ. നമ്മൾ പറയും ബിദ്അത്താണ്. ഖുർആൻ എടുത്ത് ഓതുമ്പോഴേക്കും മുസാഫ് ഇവിടെ പോയിക്ക് ഇവിടെ ഓതാൻ പാടില്ല, ഇത് ബിദ്അത്താണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന മുത്തബിഉ സുന്ന, ഹബീബായ നബിയുടെ സുന്നത്ത് ജീവിതത്തിൽ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തിയ സ്വഹാബിയാണിത്. മുത്തബിഉ മുഹിബ്ബു സുന്ന, ഹബീബിന്റെ സുന്നത്തിനെ ഇത്രമേൽ സ്നേഹിച്ച ഒരു സ്വഹാബി ഉണ്ടാവില്ല. ആ മഹാൻ പറയാ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ ഖബറിനടുത്ത് ഖുർആൻ ഓതണം എന്ന് വസിയത്ത് ചെയ്യാറുണ്ട് മഹാനായ ഇബ്നു ഉമർ എന്നവർ. ആര് പറയാ? മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ഉമർ എന്നവരുടെ ശിഷ്യൻ, താബിഈയായ മഹാനായ പണ്ഡിതൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? സ്വഹാബികളിലെ ശൈഖുൽ ഇസ്ലാം എന്ന് പറയാൻ പറ്റുന്ന ആളാണ്. സ്വഹാബികളിലെ ശൈഖുൽ ഇസ്ലാമാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മുഹാജിറായ സ്വഹാബിയാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു, ഇമാം നബി തങ്ങളുടെ അദ്കാറിലെ 137ാമത്തെ പേജ്, ഇസ്നാദുഹു ഹസനുൻ, ഈ സംഭവത്തിന്റെ സനദ് ഹസനാൻ. മഹാനായ അല്ലാമ അൽ ഇമാമുൽ ഹൈസമി മഹാനവരുടെ മുജ്മഇൽ 3ാമത്തെ വോള്യം 44ാമത്തെ പേജിൽ റിജാലുഹു മൗസൂഖൂൻ, ഈ സനദിൽ വന്ന മുഴുവൻ ആളുകളും യോഗ്യരായ ആളുകളാണ്. ഇത് ദഈഫ് എന്ന് പറയാൻ പറ്റില്ല. ഇമാം ബൈഹഖി തങ്ങളുടെ സുനനുൽ കുബ്രയിലും മഹാനായ ഇമാം അത്ബറാനി തങ്ങളും ഒക്കെ ഈ ഹദീസ്, ഈ സനദ്, ഈ അസർ സ്വഹീഹാൻ എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. സ്വഹാബികൾ ചെയ്തതാണിത്. ഇത് മാത്രമല്ല, മുഹാജിറുകളായ ആളുകൾ ഇത് ചെയ്തിരുന്നു എന്നും നമ്മുടെ കിതാബുകളിൽ കാണാം. മഹാനായ ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഹംബലി മദ്ഹബിലെ പ്രാമാണികമായ ഗ്രന്ഥകർത്താവ്, ഹംബലി മദ്ഹബിന്റെ നിയമങ്ങളെ ക്രോഡീകരിച്ച ഇമാം അഹ്മദ് എന്നവരുടെ മദ്ഹബിന്റെ ഏറ്റവും കർക്കശമായും മദ്ഹബിനെ ക്രോഡീകരിച്ച മഹാനവറുകളുടെ ജാമിഇൽ, അതുപോലെ തന്നെ കിതാബുൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകറിൽ മഹാനായ ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി
ഇബ്നുൽ ഖയ്യിം എന്നവർ പോലും ഈ വിഷയം മഹാനായ ഇമാമുൽ ഖല്ലാലിനെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. കിതാബുർ റൂഹിൽ 10ാമത്തെ പേജിൽ ഖാല ശഅബി, ഇമാം ശഅബി തങ്ങൾ പറയാ, വകാനൽ അൻസ്വാർ, അൻസ്വാരികൾ ഇദാ മാസലഹും മയ്യിത്തുൻ, അൻസ്വാരികൾക്ക് ഒരു മയ്യിത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ യഖ്തലിഫൂന ഇലാ ഖബ്രിഹി, ഓരോരുത്തരായ ആ ഖബറിന്റെ അരികത്തേക്ക് ചെല്ലും. ഫയഖറഊന ഇൻദഹുൽ ഖുർആൻ, ആ മയ്യിത്തിന്റെ അരികത്ത് നിന്ന് ഖുർആൻ ഓതുമായിരുന്നു അൻസ്വാരികൾ. ഇമാം ശഅബി തങ്ങൾ പറയാ, അൻസ്വാരികളുടെ ശീലമായിരുന്നു. യുഎഇക്കാർക്കറിയാം, മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാ, യുഎഇയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാ, അദ്ദേഹം വഫാത്തായതിന്റെ ഓർമ്മ ശരിയെങ്കിൽ 2004-ലാണ്. 2004 അവിടെ മുതൽ ഇന്നേ വരെ 10-14 കൊല്ലമായി ആ മഹാന്റെ ഖബറിന്റെ അടുത്ത് ഓരോരുത്തരായിട്ട് പോയി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. 24 മണിക്കൂറും നമ്മുടെ പ്രവർത്തകർ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ അവര് കവർ കൊടുത്തു വിടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ എന്തെങ്കിലും സംഖ്യ നല്ലൊരു നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നാളെ മജ്ലിസുൻ നൂർ ഉണ്ട്. അൽഹംദുലില്ലാഹ് ആ വിഷയങ്ങളിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാര്യമായി സംഭാവന ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബ്. സദഖ ചെയ്തോളി. കൊടുക്കുമ്പോൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, ബന്ധുക്കൾക്ക് നിയ്യത്ത് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മരിച്ചുപോയ ബന്ധു നിങ്ങൾ കൊടുക്കുന്ന ആ സംഖ്യ എത്രയോ സദഖ ചെയ്ത കൂലി അവർക്ക് കിട്ടും, നിങ്ങൾക്കും അതേ കൂലി കിട്ടും. അല്ലാഹു വലിയ ഔദാര്യവാനാണ്. അല്ലാഹുവിന്റെ കലാമിന്റെ അത്ഭുതം അതാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈദി ഉസ്താദ് ഇവിടെ എഴുതി തന്നിരിക്കുക. ഖുർആന്റെ തഅരീഫ് എന്നെ പഠിച്ചാൽ മനസ്സിലാവും. ഖുർആൻ എന്ന് പറഞ്ഞാൽ കലാമുല്ലാഹിൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅബ്ബദു ബിതിലാവതിഹി. എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ? മുത്തനബി തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത കിതാബ്, ഓതിയാൽ കൂലി കിട്ടുന്ന കിതാബ്, ഓതിയാൽ കൂലി കിട്ടുന്ന അല്ലാഹുവിന്റെ കലാം. ഖുദ്സിയായ ഹദീസുണ്ട്, അത് ഖുർആൻ പോലെയല്ല, അത് നമുക്ക് നിസ്കാരത്തിൽ ഓതാൻ പറ്റില്ല. നേരെമറിച്ച് ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുന്ന അല്ലാഹുവിന്റെ കലാം, അതിനാണ് ഖുർആൻ എന്ന് പറയുന്നത്. മുതഅബ്ബദു ബിതിലാവതിഹി, അത് ഓതലും ഒരു പുണ്യമാണ്, ഓതൽ ഒരു ഇബാദത്താണ്, അത് ബറക്കത്താണ്. അപ്പോ ഇമാം ശഅബി തങ്ങൾ പറയുന്നത് കിതാബുർ റൂഹിൽ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ. ആരാ ഇബ്നുൽ ഖയ്യിം ജൗസിയ എന്ന് പറഞ്ഞത്? ലോകത്തെ എല്ലാ ബിദ്അത്തിന്റെ സംഘടനകളും ഉദ്ധരിക്കുന്ന ആളാണ് ഇബ്നു തൈമിയ്യ. അല്ലാമ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന അടുത്ത കാലങ്ങളിൽ ജീവിച്ചുപോയ മഹാനായ ഒരു പണ്ഡിതൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലെ വ്യത്യാസത്തിന്റെ പേരിൽ അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകളെ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ടെടുക്കും എന്ന് മാത്രം. അദ്ദേഹം ആലിമാണ്, യാതൊരു സംശയമില്ല, പണ്ഡിതനാണെന്ന് സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ബിദ്അത്തിന്റെ ആശയങ്ങൾ കടന്നുകൂടിയിരുന്നു. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്, അഹ്ലുസുന്നയുടെ ആലിമാണ്. ഇബ്നുൽ ഖയ്യിം എന്നവരുടെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബുർ റൂഹ്, ആത്മാക്കളെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ കൊണ്ടുവരാൻ വകാനൽ അൻസ്വാറു ഇദാ മാസലഹും മയ്യിത്തുൻ യഖ്തലിഫൂന ഇലാ ഖബ്രിഹി. ഒരു മയ്യിത്ത് മരിച്ചാൽ ആളുകൾ ഊഴമായി ആ മയ്യിത്തിന്റെ ഖബറിൽ വെച്ച് ദുആ ചെയ്യുമായിരുന്നു, ഖുർആൻ ഓതിയിട്ട്. ഖുർആൻ ഓതുമായി ഫയഖറഊന ഇൻദഹുൽ ഖുർആൻ, അദ്ദേഹം ആ മരിച്ച മയ്യിത്തിന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ ഓതുമായിരുന്നു. അതാണ് നമ്മൾ ഖത്തം പുര കെട്ടുക എന്ന് പറയാ. ഖത്തപുര എന്ന് പറയില്ലേ? ഖുർആൻ ഖത്തം തീർക്കുക, ഖുർആൻ മുഴുവനായിട്ട് ഓതുക. ഒരു ഉസ്താദ് ഒന്ന് ഓതും, കഴിഞ്ഞ അടുത്ത ഉസ്താദ്, പിന്നെ വേറെ മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ മാറി ഓതുക. അതിനാണ് യഖ്തലിഫൂന എന്ന് പറയാ. ഇത് ആര് ചെയ്തിരുന്ന പണിയാ? അൻസ്വാരികൾ ആരാ? ഹബീബിന്റെ കൂടെ നിന്ന സ്വഹാബിമാർ. നമ്മൾ പറയാ ബിദ്അത്താണ്, നമ്മൾ പറയാ ഖത്തപുര ബിദ്അത്താണ്, അവിടുന്ന് ഖുർആൻ ഓതൽ ബിദ്അത്താണ്. അൻസ്വാരികൾ ഇതൊക്കെ ചെയ്തത് ബിദ്അത്താണോ? ആര് പറഞ്ഞു അൻസ്വാരികൾ ചെയ്തു എന്ന്? നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ, കിതാബുർ റൂഹിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. യാ അല്ലാഹ്, ഇബ്നു തൈമിയ്യ തന്നെ ഈ വിഷയം ഉദ്ധരിച്ചു. ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉൽ ഫതാവ, അത് ഞാൻ പറയുന്നത് വിദ്യാർത്ഥികാര് ഇമാം ഷാഫി തങ്ങൾ അംഗീകരിക്കാത്ത വളവന്മാര് ഇബ്നു തൈമിയ്യ പറഞ്ഞാൽ സ്വീകരിക്കും. ഇമാം ഷാഫിയുടെ മദ്ഹബ് ഇന്നതാ, എന്ത് ഷാഫി മദ്ഹബ്, ഞങ്ങൾക്കതൊന്നും പറ്റൂല. ഇമാം അബു ഹനീഫ തങ്ങൾ പറഞ്ഞു, അബു ഹനീഫത്തുൻ നുഅ്മാൻ ഹനഫി ഇമാമോ, ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തെ അറിയുള്ളൂ. ഓക്കെ,
മാലിക് ഇമാം എന്ത് മാലിക് ഇമാം എന്ന് പറയുന്ന ആളുകൾ ആരംഗീകരിക്കും? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ സംഘടനക്കാണ് വഹാബിസം എന്ന് പറയുന്നത്. ഇബ്നു തൈമിയ്യ കൊണ്ടുവന്ന ആശയമാണ് സലഫിസമായിട്ട് അംഗീകരിക്കുന്നത്. ഇവരൊക്കെ അവരംഗീകരിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇബ്നു ബാസിന്റെ ഫത്വ അംഗീകരിക്കുന്നു പറയും, അല്ലെങ്കിൽ ഇബ്നു ഉസൈമീന്റെ ഫത്വ അംഗീകരിക്കുന്നു. അപ്പൊ അത് തഖ്ലീദാണ്. അവർ ഈ കാലഘട്ടങ്ങൾ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ ആളുകൾ അംഗീകരിക്കുന്നു. നമ്മൾ ഹിജറയുടെ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും കഴിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു. ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ അവരംഗീകരിക്കും, അവർ പിൻഗാമികൾ അംഗീകരിക്കുന്നു. ഈ പിൻഗാമികളിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയുടെ 24-ാമത്തെ വോള്യം 298-ാമത്തെ പേജ്. ഞാൻ പറയണമെന്ന് വെച്ചാൽ വേഗം നോക്കിക്കോട്ടെ, നോക്കി മനസ്സിലായിക്കോട്ടെ. എന്താ പറയുന്നത്? അൽ ഖിറാഅത്തു ഇൻദ ദഫ്നി സാബിതത്തുൻ ഫിൽ ജുംലതി അനി സ്വഹാബ. മരണപ്പെട്ട മയ്യിത്തിനെ മറവ് ചെയ്താൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതണം എന്ന് പറയുന്നത് സാബിതത്തുൻ, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. ഫിൽ ജുംല, മൊത്തത്തിൽ അനി സ്വഹാബ, സ്വഹാബികൾ ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ട വിഷയമാണ്. وقد أوصى بعضهم أن يقرأ عنده سورة البقرة. ചില ആളുകൾ സ്വഹാബികളിൽ മുൻഗാമികളിൽ അവർ ചില ആളുകൾ ഞങ്ങൾ മരണപ്പെട്ടാൽ ഖബറിന്റെ അരികത്ത് സൂറത്തുൽ ബഖറ ഓതണം എന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആര് പറഞ്ഞു? നിങ്ങൾ അംഗീകരിക്കുന്ന ആളല്ലേ. എന്നാലെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ ഇത് ബിദ്അത്തല്ല? അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ബിദ്അത്ത് എന്ന് പറയല്ലേ, വലിയ വിഷമമുണ്ട് കേൾക്കുമ്പോൾ. മുസ്ലിമീങ്ങളെ കാഫിര്യങ്ങളാക്കുക, ഒരു കാഫിര്യങ്ങളാ, ഒരു മുശ്രിക്കീങ്ങളാണ്. മുസ്ലിം പള്ളികളെ സംബന്ധിച്ച് മുശ്രിക്കുകളുടെ പള്ളി എന്ന് പറയാ. സുന്നികളായ ആളുകൾ ഇമാമ് നിൽക്കുമ്പോൾ ജമാഅത്ത് ശരിയാവില്ല എന്ന് പറയാ. ഇതൊക്കെ എത്ര മോശമാണ്. ഈ ഉമ്മത്തിന് അഹ്ലുൽ ഖിബ്ലയല്ലേ മിനിമം. നമ്മൾ അഹ്ലുൽ ഖിബ്ലയെ നമ്മൾ ഇങ്ങനെ വേർതിരിക്കാൻ പാടുള്ളതാണോ? ദീനിനോടുള്ള ഹമിയത്തും ഇസ്ലാമിനോടുള്ള ആവേശമൊക്കെ ആയിരിക്കാം ഇതിന് കാരണം. പക്ഷേ പ്രമാണങ്ങൾ ഉള്ളതിനെ നിങ്ങൾ ബിദ്അത്ത് എന്ന് പറയരുത്. നിങ്ങൾ ചെയ്തോളി എന്നല്ലേ പറയണത്. ചെയ്യുന്നവരെ പറ്റി എന്ത് ചെയ്ത് മുബ്തദിഅകൾ എന്ന് പറയരുത്. ഇബ്നു തൈമിയ്യ വരെ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഖുർആൻ ഓതൽ ഇസ്ലാമിൽ സ്വഹാബികൾ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ട വിഷയമാണ്. പിന്നെ എങ്ങനെയാ നമ്മൾ പത്രം വായിക്കൽ അവിടെ നല്ലതെന്ന് പറയാം? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചു പോയിട്ടുണ്ടല്ലോ. നമ്മുടെ നാടുകളിൽ ചില ആളുകൾ പ്രസംഗിച്ചു പോയിട്ടുണ്ടല്ലോ. ഖുർആൻ ഓതുന്നതിനേക്കാളും നല്ലത് പത്രം വായിക്കൽ. പത്രത്തിന്റെ പേരും പറഞ്ഞു, ഞാൻ അത് പറയാതിരിക്കാൻ. പത്രത്തിന്റെ പേര് പറയും, ആ പത്രം വായിക്കലാ നല്ലത് ഖുർആൻ ഓതുന്നതിനേക്കാളും. ഇതൊക്കെ പറയണമെങ്കിൽ അനൽപമായ വിഡ്ഢിത്തം വേണം കയ്യിൽ. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുകയോ ഈ ഉമ്മത്തിന്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യുകയോ? അതുകൊണ്ട് ചെറുപ്പക്കാർ കേൾക്കാൻ നല്ല രസമുണ്ടാവും ബിദ്അത്തിന്റെ വർത്തമാനങ്ങൾ. നല്ല ലോജിക്കായിട്ട് തോന്നുകയും ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആയിരക്കണക്കിന് ആലിമീങ്ങൾ, മഹാന്മാരായ സമസ്തയുടെ പന്ഥാവിൽ കഴിഞ്ഞു പോയവര്, അല്ലെങ്കിൽ വേറെ സംഘടനകളെ, ഏതെല്ലാം ലോകരാജ്യങ്ങളിലെ ആലിമീങ്ങൾ, ഇവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല, നമ്മളെ നാട്ടിലെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഖുർആനും ഹദീസും തിരിഞ്ഞിട്ടുള്ളൂ എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇവരൊന്നും പണ്ഡിതന്മാരല്ലേ? അല്ലാഹുവിന്റെ ദീനിനെ ചെറുതായി കാണരുത്. ഈ ഉമ്മത്തിനെ നിങ്ങൾ കാഫിറുകളും ബിദ്അത്തുകാരുമാക്കരുത്. പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ച വിഷയങ്ങളാണ് ഇതൊക്കെ. ഖുർആൻ ഓതൽ സാബിതത്തുൻ അനി സ്വഹാബ. ഇബ്നു തൈമിയ്യ പറയാ അവരുടെ ഫതാവൽ മജ്മുഉൽ ഫതാവയിൽ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരപ്പെട്ടതാണ്. സ്വഹാബിമാരിൽ ചിലർ ഞാൻ മരിച്ച എന്റെ ഖബറിന്റെ അടുത്ത് സൂറത്തുൽ ബഖറ 2 ജുസ്ഇലേറെ ഉള്ള സൂറത്തുൽ ബഖറ മുഴുവൻ ഓതണമെന്ന് വസിയത്തും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ മാത അഹദുകും ഫലാ തഹ്ബിസൂഹു. നിങ്ങൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മറവ് ചെയ്യാതെ പിടിച്ചു വെക്കരുത്. വലാ തുഅഖിറൂഹു അൻ ഖബ്രിഹി. ആ മനുഷ്യന്റെ ഖബറിലേക്ക് അവരെ കൊണ്ടുപോകാതെ നിങ്ങൾ പിന്തിക്കരുത്. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറവ് ചെയ്യണം. فإذا دفنتموه നിങ്ങൾ മരണപ്പെട്ടവരെ മറവ് ചെയ്താൽ فليقرأ عند رأسه بفاتحة الكتاب. മരിച്ച മയ്യത്തിനടുത്ത് ഫാത്തിഹ ഓതണം. وعند رجليه കാലിന്റെ അരികത്ത് വെച്ച് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും ഓതണേ എന്ന ഹദീസ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഹാജിറുകളും അൻസ്വാരികളും പറഞ്ഞതിൽ പിന്നെ ഹബീബായ നബി തങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് വരുന്ന വിഷയമാണ്. പക്ഷേ ഈ ഹദീസിന്റെ റിവായത്തിൽ ഫി ഇസ്നാദിഹി ദുഅഫുൻ, ഈ ഇസ്നാദിൽ ഒരു ദഈഫായ ഒരു വശം ഇതിൽ വരുന്നുണ്ട് എന്നതിന്റെ പേരിൽ മാത്രമാണ് ഈ വിഷയം. അതിൽ യഹ്യ ഇബ്നു അബ്ദുല്ലാഹിൽ ബാബൽസി എന്ന് പറയുന്ന ഒരു റാവിയുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം
സിഖത്തല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഈ ഹദീസ് ധാരാളമായിരുന്നു. പക്ഷേ സംവാദത്തിന് പറ്റില്ലെന്നല്ലേ ഉള്ളൂ. ഈ വിഷയത്തിൽ നബി തങ്ങൾ ഇത് പറഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ ഈ ഹദീസ് മൗദൂ ആണെന്നോ എന്നൊന്നും അതിനർത്ഥമല്ല. ദുഅഫുള്ള ഒരു ഹദീസാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഇബ്നു ഷാഹീൻ നമ്മുടെ കിതാബുൽ ഖുബൂറിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. ഇത് അംഗീകരിക്കില്ല എന്ന് വിചാരിച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. ദഈഫ് പറഞ്ഞെന്ന് പറയണ്ട. ഇബ്നു തൈമിയ്യ അംഗീകരിക്കുമല്ലോ, അദ്ദേഹം സംബന്ധിച്ച വിഷയമാണ്. നമ്മുടെ ഇമാമിയങ്ങളൊക്കെ എന്ത് പറഞ്ഞു? ഇമാം ശാഫിഈ തങ്ങൾ എന്ത് പറഞ്ഞു? ഖബറിന്റെ അടുത്ത് ഓതാൻ പറ്റിയ ഖുർആൻ ഓതാൻ പാടുണ്ടോ ഇല്ലയോ? നമ്മളൊക്കെ മഖാമുകളിൽ യാസീനും മുസ്ഹഫൊക്കെ സൂക്ഷിക്കും. എന്തിന് ഖുർആൻ ഓതാൻ? അവിടെ നിന്ന് വേറെ അനാവശ്യ വർത്തമാനം പറയരുത്. അവിടെ ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം. അതൊക്കെ എല്ലാ നമ്മൾ ചെയ്യുന്ന നന്മകളും മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യാം. അതിനൊന്നും ഒരു വിരോധവുമില്ല. ഇമാം ശാഫിഈ തങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ശാഫിഈ തങ്ങൾ കിതാബുൽ ഉമ്മിൽ ഒന്നാമത്തെ വോള്യം 282 പേജ് മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ. ആരാ ഇമാം ശാഫിഈ തങ്ങൾ? ഫഖീഹുൽ മുഹദ്ദിസീൻ വ മുഹദ്ദിസുൽ ഫുഖഹാ. അങ്ങനെ പറയാം. ഫഖീഹുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ ഫഖീഹാൻ, ഫുഖഹാക്കളിലെ ഹദീസ് പണ്ഡിതനാണ്. ഇത് രണ്ടും കൂടെ ഒത്തുകൂടിയ ആളുകൾ നമ്മുടെ ചരിത്രത്തിൽ കുറവാണ്. ഒരേ സമയത്ത് ഫഖീഹും ഹദീസ് പണ്ഡിതനുമാവുക, ഇത് അവരുടെ നേതാവാണ് മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ. അവരെ പറയാവോ, ഉഹിബ്ബു അൻ യുഖറഅൽ ഖുർആനു ഇൻദൽ ഖബ്രി വഅൻ യുദആ ലിൽ മയ്യിതി. മരിച്ച മയ്യിത്തിന്റെ അരികത്ത് വെച്ച്, ഖബറിന്റെ അരികത്ത് വെച്ച് ഖുർആൻ ഓതൽ സുന്നത്താണ്, പുണ്യമാണ്, അത് നല്ലതാണ്, അത് എനിക്ക് ഇഷ്ടമാണ്. വഅൻ യുദആ ലിൽ മയ്യിതി, ഖുർആൻ ഓതിയിട്ട് മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുകയും വേണം, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ശാഫിഈ മദ്ഹബിലെ ഇമാം ശാഫിഈ തങ്ങളുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച മഹാൻ, അതിലേറ്റവും ആധികാരികമായി സംസാരിക്കാൻ അവകാശമുള്ള പണ്ഡിതൻ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ അസ്കാറിലും മജ്മൂഇലും കിതാബുർ റൗളയിലും മഹാനായ ഇമാം നവവി തങ്ങൾ എന്താണ് ഇമാം ശാഫിഈ തങ്ങളുടെ മദ്ഹബ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. നസ്സ ശാഫിഈ അലാ അന്നഹു യുസ്തഹബ്ബു ഖിറാഅത്തുൽ ഖുർആൻ ഇൻദ ദഫ്നി. ഒരു മയ്യിത്തിനെ മറവ് ചെയ്യുന്ന സമയത്ത് ഖബറിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഖുർആൻ ഓതൽ സുന്നത്താണ് എന്നാണ് ശാഫിഈ ഇമാമിന്റെ മദ്ഹബ്. വവാഫഖഹു ജമീഉൽ അസ്ഹാബി അലാ ദാലിക. ഇമാം ശാഫിഈയുടെ അസ്ഹാബുകൾ മുഴുവൻ ആളുകളും അതിനെ യോജിച്ചിട്ടുണ്ട്. വലൗ ഖറഅൽ ഖുർആന കുല്ലഹു കാന ഹസന. മയ്യിത്തിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു ജുസ് ഓതുക മാത്രമല്ല വേണ്ടത്, ഖുർആൻ മുഴുവൻ ഓതുകയാണെങ്കിൽ അതാണ് നല്ലത്. ഖുർആൻ ഖത്തം തീർക്കണം. മയ്യിത്തിന് വേണ്ടി ഖുർആൻ ഖത്തം തീർക്കുക, അതാണ് ഖത്തപ്പുര കെട്ടുക എന്ന് പറഞ്ഞാൽ. ഖുർആൻ ഖത്തം തീർക്കലാണ് പുണ്യം എന്ന് ഇമാം ശാഫിഈ തങ്ങളുടെ മദ്ഹബിനെ കുറിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കിതാബുൽ അദ്കാറിൽ 137 പേജിൽ കാണാൻ കഴിയും. കിതാബുൽ മജ്മൂ എടുത്തു നോക്കിയാൽ അവിടെ കാണാം 311 പേജിൽ. റൗളത്തുൽ ത്വാലിബീൻ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി 2-ാം വോള്യം 139 ഈ വിഷയം അംഗീകരിച്ച് വിശദമാക്കി പറഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഹനഫി മദ്ഹബിന്റെ ഇമാം, ഹനഫി മദ്ഹബിലെ പ്രാമാണികമായ ഗ്രന്ഥമാണ് റദ്ദുൽ മുഖ്താർ അല ദുർരിൽ മുഖ്താർ എന്ന് പറഞ്ഞ ഗ്രന്ഥം. മഹാനായ ഇബ്നു ആബിദീന്റെ ഹാഷിയത്ത് ഇബ്നു ആബിദീൻ എന്നറിയപ്പെടുന്ന പ്രഗൽഭനായ പണ്ഡിതൻ ഇബ്നു ആബിദീൻ രചിച്ച 8560 പേജുള്ള ഗ്രന്ഥമാണ്. എത്ര? 8560 പേജ്. ഒരു കിതാബിന്റെ പേജാണ് 8560 പേജുകളുള്ള മഹാനായ ഇബ്നു ആബിദീൻ എന്ന ഹനഫി മദ്ഹബിലെ ആധികാരികതയുള്ള പണ്ഡിതൻ മഹാനവറുകൾ ഈ വിഷയത്തിൽ പറഞ്ഞു, ഖാലൽ ഹനഫിയ്യ ثم يقرأ ما تيسر من القرآن. ഒരു മയ്യിത്തിന് വേണ്ടി ഖുർആൻ ഓതണം. ثم يدعو, എന്നിട്ട് ദുആ ചെയ്യണം. وإنما يقرأ القرآن قبل الدعاء. ഖുർആൻ ഓതിയതിന്റെ ശേഷമാണ് ദുആ ഇറക്കേണ്ടത്. മിൻ അജലി അൻ തൻസിലൽ ബറകത്തു വറഹ്മത്തു ഫീ ദാലികൽ മകാൻ. ഒരു മയ്യിത്ത് മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് അവിടെ വെച്ച് ഓതിയാൽ അവിടെ അല്ലാഹുവിന്റെ റഹ്മത്തും ബറകത്തും ഇറങ്ങാൻ വേണ്ടിയാണത്. അതുകൊണ്ട് ഖബല ദുആഇഹി, ദുആ ചെയ്യുന്നതിന് മുമ്പ് ഖുർആൻ ഓതണം എന്ന്, അത് സുന്നത്താണ്, പുണ്യമാണെന്ന് ഹനഫി മദ്ഹബിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ അല്ലാമ ഇബ്നു ആബിദീൻ അവരുടെ ഹാഷിയത്ത് ഇബ്നു ആബിദീൻ വളരെ മനോഹരമായി വിവരിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയാ ബിദ്അത്താണ്. മഹാനായ മാലിക്കി ഇമാമിന്റെ മാലിക്കി മദ്ഹബിലെ ഇമാമിങ്ങൾ, മാലിക്കി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി
മഹാനവറുകൾ വിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞൊരു പണ്ഡിതനാണ്. ഇമാം മാലിക് എന്നവരെ മരിച്ച മയ്യത്തിന്റെ അരികത്ത് ചെന്ന്, ഖബർസ്ഥാന്റെ അരികത്ത് ചെന്ന്, മാലികി മദ്ഹബിലെ ഇമാം മാലിക് എന്നവരുടെ വ്യക്തിപരമായ ഒരൊറ്റ അഭിപ്രായം മാത്രമാണ്. മാലിക് എന്നവരെ പറയുന്നത് അവിടെ ചെല്ലുന്നത് ആഖിറം ഓർക്കാനാണല്ലോ, അവിടെ ചെല്ലുന്നത് മയ്യത്തിന് വേണ്ടി ദുആയിരക്കാനും, ആ മയ്യത്ത് ഖബറിലേക്കായ പോലെ ഞാനും ഖബറിലേക്ക് വരാൻ പോകുന്നു, ഞാനും മണ്ണായി പോകാൻ പോവുകയാണ്, ഞാനും പുഴുവരിക്കുന്ന ശരീരമാകാൻ പോകുന്നു എന്ന് ഓർക്കാനാണല്ലോ. അവിടെ ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ ചിന്തിക്കേണ്ടതാണ്, ഖുർആൻ ആലോചിക്കേണ്ടതാണ്, ഖുർആൻ ചിന്തിച്ചോതേണ്ടതല്ലേ. അവിടെ ചിന്തിക്കേണ്ടത് മരണത്തെക്കുറിച്ചാകുമ്പോ ഖുർആന്റെ ചിന്തയും മരണചിന്തയും രണ്ടും കൂടെ സാധ്യമാകില്ലല്ലോ. അതുകൊണ്ട് വേണ്ട എന്ന് മാത്രമാണ് ഇമാം മാലിക് എന്നവർ പറഞ്ഞത്. എന്നാൽ മാലികി മദ്ഹബിലെ പ്രാമാണികരായ പണ്ഡിതന്മാർ, ഇമാം ദസൂഖി എന്നവർ ഹാഷിയത്തു ദസൂഖിയിൽ മഹാനായ ഇബ്നു റുഷ്ദ് തങ്ങളെ കുറിച്ച്, മാലികി ഇമാമിന്റെ പ്രഗൽഭരായ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു, അന്നഹും അജാസു ഖിറാഅത്തുൽ ഖുർആനി അലൽ ഖുബൂർ, മരണപ്പെട്ടവരുടെ അരികത്ത് ചെന്ന് ഖുർആൻ ഓതൽ ജായിസാണ്. അത് തന്നെയാണ് മദ്ഹബിന്റെ അഭിപ്രായം. മദ്ഹബിലെ പണ്ഡിതന്മാർക്കിടയിൽ അതിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് മാലികി മദ്ഹബിലെ പണ്ഡിതന്മാർ, ഇമാം ദസൂഖി മഹാനവറുകൾ ഹാഷിയത്തിൽ ഈ വിഷയം കൊണ്ടുവന്നു. വഅലാ ഹാദാ അമലുൽ മുസ്ലിമീന ശർഖൻ വഗർബാ, ഭൂമിയുടെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമുള്ള എല്ലാ മുസ്ലിമീങ്ങളും മരിച്ചുപോയ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതാറുണ്ട്. എന്തായർത്ഥം? മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അവരുടെ മഖ്ബറകൾ സന്ദർശിക്കുമ്പോൾ യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതും. വലാ യുൻകിറു ബഅദുഹും അലാ ബഅദിൻ ദാലിക, അതാരും തെറ്റാണെന്ന് പറയാറില്ല. അങ്ങനെയാണ് ലോകത്ത് നടപ്പുള്ളത് എന്ന് പറഞ്ഞ് ഇമാം ദസൂഖി തങ്ങൾ, മാലികി മദ്ഹബിലെ മഹാന്മാരായ പണ്ഡിതന്മാർ അത് ജായിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളിലേക്ക് വരാം. നാലാമത്തെ മദ്ഹബ്. ഇത്രയല്ലേ ലോകത്ത് പ്രാമാണികമായ മദ്ഹബുള്ളൂ, ഇത്രയല്ലേ നമുക്ക് കൃത്യമായും നമുക്ക് ലഭിച്ചിട്ടുള്ള, നമ്മുടെ മുമ്പിലേക്ക് രേഖകളാൽ സമർപ്പിതമായ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബ് 4 എണ്ണമല്ലേ ഉള്ളൂ. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ മാലിക് ഇമാമിന്റെ അഭിപ്രായം ഉണ്ടായിരുന്ന ആളാണ്. എന്നാൽ മഹാനായ അഹ്മദ് തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ മരിച്ചതിന് ശേഷം തന്റെ ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതണമെന്ന് വസിയത്ത് ചെയ്തു എന്ന ഹദീസ്, എന്ന അസർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തന്റെ അഭിപ്രായം മാറ്റുകയും അവർ ഓതിക്കൊള്ളട്ടെ, അത് നന്മയാണെന്ന് പറയുകയും ചെയ്ത മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ, അവരുടെ അഭിപ്രായം മഹാനായ ഇമാം ഇബ്നു ഖുദാമ അൽ മുഗ്നിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2ാം വോള്യം 125-ാമത്തെ പേജിൽ. വഖദ് റജഅ അൽ ഇമാം അഹ്മദ് അൻ ദാലിക, ഓതാൻ പാടില്ല എന്ന അഭിപ്രായം അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ പിൻവലിച്ചിട്ടുണ്ട്. റുജൂഅൻ അബാന ബിഹി അൻ നഫ്സിഹി, ഒരിക്കലും തന്റെ അഭിപ്രായം അതല്ല എന്ന് തെളിയിച്ചുകൊണ്ട് അവിടെ ഓതലാണ് ശരിയെന്ന് ഇമാം അഹ്മദ് എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം ഇബ്നു ഖുദാമ ഹംബലി മദ്ഹബിലെ പ്രഗൽഭനായ ഇമാമാണ്. ഹംബലി മദ്ഹബിലെ പ്രഗൽഭമായ ഫിഖ്ഹിന്റെ ഗ്രന്ഥമാണ് അൽ മുഗ്നി, അതിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സംഭവം ഒരു മനോഹരമായ സംഭവമാണ്. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ ഒരു ഖബർസ്ഥാനിലൂടെ സിയാറത്തിന് വേണ്ടി വന്നപ്പോ ഒരാൾ അവിടെ വെച്ച് ഖുർആൻ ഓതുന്നുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ അയാളോട് പറഞ്ഞു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഖുർആൻ ഓതുകയാണ്. അദ്ദേഹം പറഞ്ഞു, ബിദ്അത്തുൻ, ഇത് ബിദ്അത്തല്ലേ എന്ന് പറഞ്ഞപ്പോ മഹാനായ അഹ്മദ് എന്നവരുടെ ശിഷ്യൻ മുഹമ്മദ് ഇബ്നു ഖുദാമത്തുൽ ജൗഹരി അവർ പറഞ്ഞു, യാ അബാ അബ്ദില്ലാ, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, മുബശ്ശിറുൽ ഹലബിയെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താ മുബശ്ശിറുൽ ഹലബിയെ കുറിച്ചുള്ള അഭിപ്രായം? അഹ്മദ് എന്നവർ പറഞ്ഞു, സിഖത്തുൻ, അദ്ദേഹം പ്രാമാണികനാണ്, സത്യസന്ധനാണ്, യോഗ്യനാണ്. കസബ്ത അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ ചോദിച്ചു, യഹ്യ ഇബ്നു മഈൻ, നിങ്ങള് മുബശ്ശിറുൽ ഹലബിയെ സംബന്ധിച്ച് ചോദിച്ചിട്ട് മഹാനായ ഇബ്നു ഖുദാമയോട് ചോദിച്ചു, ഇബ്നു ഖുദാമ, മുബശ്ശിറുൽ ഹലബിയെ കുറിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇബ്നു ഖുദാമ പറഞ്ഞു, നഅം ഹദ്ദസനി മുബശ്ശിറുൽ ഹലബി, സത്യസന്ധനായ
പ്രാമാണികനായ ആധികാരികതയുള്ള മുബശ്ശിറുൽ ഹലബി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇമാമേ അൻ അബ്ദുറഹ്മാൻ ഇബ്നു അലാ ഇബ്നുൽ ലജ്ലാജ്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, അവരുടെ പിതാവ് അബ്ദുറഹ്മാനായ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നവരെ കുറിച്ച് അവർ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ ഖബറിലേക്ക് വെക്കുകയും എന്റെ മീതെ മണ്ണ് മെല്ലെ വാരിയിടണം, എന്നിട്ട് പറയണം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞ് എന്നെ ഖബറിലേക്ക് വെക്കണം. എന്നിട്ട് വഖറഉ ഇൻദ റഅസി ബിഫാത്തിഹത്തിൽ ബഖറ വഖാതിമതിഹാ, എന്റെ ഖബറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഓതണേ. ഫഇന്നി സമീഅതു ഇബ്നു ഉമർ എന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്, യൂസി ബിദാലിക വയസ്തഹിബ്ബുഹു, അത് സുന്നത്താണെന്നും നല്ലതാണെന്നും പറഞ്ഞ് ഇബ്നു ഉമർ എന്ന ഹബീബിന്റെ സ്വഹാബി വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന ആ ഒരു ഹദീസ്, ആ ഒരു അസർ ഇബ്നു ഖുദാമ തങ്ങൾ ഉദ്ധരിച്ചപ്പോൾ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മനുഷ്യനോട് ചെന്ന് പറയണം യഖ്റഉ, ഖുർആൻ ഓതിക്കൊള്ളട്ടെ, ഖബറിന്റെ അരികത്ത് അയാൾ ഓതിക്കൊള്ളട്ടെ എന്ന് ഇമാം അഹ്മദ് എന്നവർ തിരുത്തി എന്ന വിവരം സംഭവ സഹിതം മഹാനായ ഇബ്നു ഖുദാമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഖലാൽ എന്നവര് വിശദീകരിച്ചിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, മുൻഗാമികളായ ആളുകൾ, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതണം, അത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ചവരാണ്. അത് സുന്നത്താണ്, അത് പുണ്യമാണ്. വീട്ടിൽ നിന്ന് ഓദിക്കോ, ഖബറിനടുത്ത് വന്ന് ഓദിക്കോ, പുരുഷന്മാർ ഉസ്താദന്മാരോട് കുട്ടികളോട് മുതഅല്ലിമീങ്ങളോട് ഓതാൻ പറഞ്ഞോളൂ, അവർക്ക് എന്തെങ്കിലും പാരിതോഷം കൊടുത്തോളൂ, സന്തോഷിപ്പിച്ചോളൂ, ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഹദിയ ചെയ്യാം. ഇബ്നു തൈമിയ്യ മജ്മൂഉൽ ഫതാവയിൽ റഖ്ഖസ ഫീഹാ, ഖുർആൻ ഖബറിന്റെ അരികത്ത് ഓതുന്നതിന് വിരോധമില്ല, അത് ജായിസാണ്. ഇമാം അഹ്മദ് എന്നവരുടെയും മറ്റും വിഷയങ്ങൾ, ഇബ്നു ഉമർ എന്നവരുടെ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഇമാം അൽ ഖലാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, മഹാനവറുകളെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം എന്നവർ ഉദ്ധരിക്കുന്നുണ്ട്. അനിൽ ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു സാലിഹ് അസ്സഅഫറാനി, ഇമാം ഷാഫിഈ തങ്ങളുടെ തങ്ങളുടെ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ മുഹമ്മദ് ബിൻ സുബാഹു അസ്സഅഫറാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനാണ്. ഹിജ്റ 160 വഫാത്തായ മഹാൻ. അവരുടെ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, 4 സുനന്റെ ഇമാമിയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറയുന്നുണ്ട്, സഅൽതു ഷാഫിഇയ്യ, ഇമാം ഷാഫിഇയോട് ഞാൻ ചോദിച്ചു, അനിൽ ഖിറാഅത്തി ഇൻദൽ ഖബർ, മരിച്ചുപോയ ആളുടെ അരികത്ത് വെച്ച് ഖുർആൻ ഓതിയാൽ അവർക്ക് കൂലി കിട്ടുമോ, അതുകൊണ്ട് വിരോധമുണ്ടോ, എന്താണ് അതിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ലാ ബഅസ ബിഹാ, അതിന് യാതൊരു പ്രയാസവുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല, യാതൊരു കുഴപ്പവുമില്ലെന്ന് ഇമാം ഷാഫിഈ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് ഷാഫിഈ മദ്ഹബിലെ ഷാഫിഈ ഇമാമിന്റെ തന്നെ പ്രഗൽഭനായ ശിഷ്യൻ മഹാനായ ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു സുബാഹു അസ്സഅഫറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബുകാർ ചെയ്യുന്ന ഈ കാര്യം ആ മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളോട് പിന്നെ എന്തിനാ ബിദ്അത്ത് എന്ന് പറയുന്നത്? നിങ്ങൾ ചെയ്യില്ലെങ്കിൽ വേണ്ട, അത് ചെയ്യുന്നവരോട് ബിദ്അത്ത് എന്ന് പറയല്ലേ. മഹാനായ ഇമാം ഖല്ലാൽ എന്നവര് ശഅബി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ, അൻസ്വാരികൾ അവരുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അവരെ ഒറ്റക്കും കൂട്ടമായും അവര് ഖബറിന്റെ അരികത്ത് വന്ന് ഖുർആൻ ഓതുമായിരുന്നു. അൻസ്വാരികൾ ചെയ്തു, മുഹാജിറുകൾ ചെയ്തു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ, ഇബ്നു ഉമർ എന്നവര് അൻസ്വാരിയാണ്, വസിയത്ത് ചെയ്തു. ഇബ്നു തൈമിയ്യ അംഗീകരിച്ചു. 4 മദ്ഹബിന്റെ അഭിപ്രായവും അതുതന്നെ. ഇങ്ങനെയുള്ള ഒരു വിഷയമാണ് ഒരു ആയത്തും ഒരു ഹദീസും കവലയിൽ വെച്ച് ഓതിയിട്ട് മുസ്ലിമീങ്ങളിൽ ചെയ്യുന്ന ബിദ്അത്താണെന്ന് പറയുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തിവെക്കണം. വേറെന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. പ്രാമാണികമായ ആളുകൾ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ അംഗീകരിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയരുത് എന്ന് മാത്രം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നിർബന്ധാണോ? നിർബന്ധമല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഖുർആനോ നിർബന്ധാണെന്നൊന്നും ഒരിക്കലും നമ്മൾ പറയില്ല. ഖുർആനോദൽ നിർബന്ധമല്ല. മരിച്ച മയ്യത്തിന് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? മറ്റുപകാരങ്ങൾ. തൽഖീൻ, നമ്മുടെ മുല്ലാക്കാരൊക്കെ ഇരിക്കൂലേ, മയ്യത്ത് മറവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് തലന്റെ അടുത്തിരുന്നിട്ട് പറയൂലേ, യാ അബ്ദല്ലാഹ് ഇബ്നു അബ്ദില്ലാഹ്, ഇന്നാലിന്നവന്റെ മകനെ, ഇന്നാലിന്നവന്റെ മോനെ, അല്ലാഹുവിന്റെ മലക്ക് നിന്റെ അരികത്ത് വരികയും നിന്നെ ഇരുത്തുകയും ചെയ്തിട്ട് മർ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക എന്നൊക്കെ ചോദിച്ചാൽ നീ പറയണേ, അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി ഇസ്ലാമു ദീനി എന്ന് പറയുന്ന തൽഖീൻ. അതിനെ സംബന്ധിച്ചും ആളുകൾ പറയും അത് ബിദ്അത്താണ്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ,
അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു എന്നൊക്കെ പറയും. തസ്ബീഹ് പറ്റും. ഇത് ബിദ്അത്താണെന്ന് പറയും. ബിദ്അത്താണെന്ന് പറയരുത്. തൽഖീനും മഹാന്മാർ അംഗീകരിച്ച വിഷയമാണ്. നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ അംഗീകരിച്ച പിന്നെ ഇതിനപ്പുറത്ത് പറയാനില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇബ്നു തൈമിയ്യ ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കിതാബിന്റെ ബർക്കത്തെടുക്കാൻ വേണ്ടി പറയല്ല. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ പറ്റുള്ളൂ. ഓരോരുത്തർക്കും അവനാന്റെ ആൾക്കാരെ പറ്റി പറഞ്ഞാലല്ലേ ഇഷ്ടാവുള്ളൂ. ഹദീസ് തൽഖീനെ സംബന്ധിച്ച് വന്ന ഹദീസ് ദുഅഫുണ്ട്, ശരിയാണ്. പക്ഷേ ഫളായിലുൽ അമാൽ, ഒരു കർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ദുഅഫുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നതിന് ഒരു വിരോധവുമില്ലെന്ന് മഹാന്മാർ അംഗീകരിച്ച വിഷയമാണ്. പോട്ടെ, ദുഅഫുള്ളതുകൊണ്ട് അംഗീകരിക്കില്ല എന്ന് പറയാം. എന്നാലും മറ്റ് ഹദീസുകളുടെ ആശയം ഇതിനെ ബലപ്പെടുത്തുന്നുണ്ട് എന്നാണ് ആലിമീങ്ങൾ പറയാം. ആ ദുഅഫുണ്ട് എന്ന് പറയുന്ന ഹദീസ് ഇങ്ങനെയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇദാ ദഫൻതുമുൽ മയ്യിത, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണത്. ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്നത്. മഹാനായ ഇബ്നു മൻജ കിതാബുർ റൂഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഇമാം ഇബ്നു ഹലാൽ അവരുടെ കിതാബുകളൊക്കെ കൊണ്ടുവന്നു. നബി തങ്ങൾ പറയാ, ഒരു മയ്യിത്തിനെ നിങ്ങൾ മറവ് ചെയ്താൽ ഫൽയഖും അഹദുക്കും ഇൻദ റഅസിഹി, ഒരാൾ തലയുടെ അരികത്ത് നിൽക്കണം. ഫൽയഖുൽ, എന്നിട്ട് പറയണം, യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്റെ മകനായവനെ. പാപ്പാന്റെ പേര് പറയാ, ഇയാളുടെ പേരും പറയാ. ഇന്നാലിന്ന, ഇപ്പൊ അബ്ദുള്ളന്റെ മകൻ മുഹമ്മദാണ്, യാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ല. നിങ്ങൾ പറയുന്നു, ഫഇന്നഹു യസ്മഉ വലാ യുജീബ്, നിങ്ങൾ വിളിക്കുമ്പോൾ അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. തുമ്മൽ യഖുൽ, എന്നിട്ട് പറയണം, യാ ഫുലാൻ ഇബ്നു ഫുലാന, ഇന്നാലിന്നവളുടെ, ഉമ്മാന്റെ പേര് പറയാം, ഉമ്മാന്റെ മകനെ, ഇന്നാലിന്നവളുടെ മകനെ. നിങ്ങൾ പറയുന്നു, അവനെ ഇപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പിടിച്ചിരുത്തും. പിന്നെ പറയണം ഒന്നുകൂടെ, യാ ഫുലാന ഇബ്നു ഫുലാന, ഉമ്മാന്റെ പേര് പറഞ്ഞിട്ട് ഇന്നാലിന്നവളുടെ മകനെ. അപ്പോ മയ്യിത്ത് പറയും, അർഷിദിനാ റഹിമക്കല്ലാഹ്, എന്താണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, എനിക്ക് പറഞ്ഞു തരൂ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മയ്യിത്ത് പറയുന്നുണ്ട്. വലാകിന്നകും ലാ തസ്മഊൻ, നിങ്ങൾക്കത് കേൾക്കുക സാധ്യമല്ല. എന്നിട്ട് പറയണം, യാ അബ്ദല്ലാഹ് ഉദ്കുർ മാ ഖറജത അലൈഹി മിനദ് ദുനിയാ അന്നക തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടും പ്രവാചകനെ അംഗീകരിച്ചും ജീവിച്ചു പോയ ആളല്ലേ നീ. വ അന്നക റദീത ബില്ലാഹി റബ്ബൻ വ ബിൽ ഇസ്ലാമി ദീനൻ വ ബി മുഹമ്മദിൻ നബിയ്യാ. അല്ലാഹുവിന്റെ റസൂലിനെ നബിയായും ഇസ്ലാം മതമായും അംഗീകരിച്ചവനല്ലേ. ഖുർആനിന്റെ മാർഗദർശിയായി നീ അംഗീകരിച്ചവനല്ലേ. വ ബിൽ ഖുർആനി ഇമാമാ. അങ്ങനെ പറയുമ്പോൾ മുൻകർ നകീർ മലക്കുകൾ പറയും, ഉത്തരം നൽകപ്പെട്ട ഒരു മനുഷ്യനോട് നമ്മളിനി എന്ത് ചോദിക്കാനാണ്? ഇത് പറഞ്ഞിട്ടാണ് പറയേണ്ടത്, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും, പറയല്ലാഹു റബ്ബി. അത് കേൾക്കൂല എന്നാണോ നിങ്ങൾ പറയേണ്ടത്? ഞാൻ സംശയം കൊണ്ട് ചോദിക്കാം. തൽഖീൻ ചൊല്ലിക്കൊടുത്താൽ മയ്യത്ത് കേൾക്കില്ല എന്നാണോ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയാ, ഒരു മയ്യത്തിന് തൊട്ടരികത്ത് വരുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറ് കേൾക്കാൻ കഴിയുന്നു. ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം മയ്യത്തുകൾക്ക് കേൾക്കാൻ കഴിയും. നമ്മളീ പറയുന്ന ഈ ശബ്ദം മയ്യത്തുകൾ കേൾക്കാൻ കഴിയും. പിന്നെ ഈ തൽഖീന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല എന്നാണോ പറയുന്നത്? നബി തങ്ങൾ പറയാ, സലാം പറഞ്ഞാൽ ആര് ബന്ധുക്കൾ സലാം പറഞ്ഞാൽ എന്റെ ബന്ധു സലാം പറഞ്ഞു എന്ന് ബന്ധുവിന്റെ പേര് ആളാരാണെന്ന് മയ്യത്തിനറിയാം എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകൾ തെളിവാണതിന്. ഈ വിഷയം നമ്മൾ കുമ്പോൾ തങ്ങളുടെ പരിപാടി കഴിഞ്ഞ മാസം ഞാൻ ഒരു ഫുൾ വിഷയം അത് തന്നെയായിരുന്നു. വേണമെങ്കിൽ ആ വിഷയം രണ്ടാമത് കേട്ടു നോക്കിയാൽ മതി. ഇബ്നുൽ ഖയ്യിം തങ്ങളും ഇമാം നവവി തങ്ങളും ദിയാഉൽ മഖ്ദസിയും ഇവരൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഈ ഹദീസിന്റെ ദുഅഫ് ഇങ്ങനെയാണെങ്കിൽ തന്നെയും അതിന് ശവാഹിദുകളുണ്ട്, അതിന്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട്. മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അംറു ബിൻ ആസ് എന്നവര് വഫാത്താകാൻ കിടക്കുമ്പോ അംറു ബിൻ ആസ് എന്നവരുടെ ഒരു സംഭവമുണ്ട്. മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട്, മോനെ, ഉപ്പയുടെ കഥ പറയുന്നുണ്ട്, മോനെ, എന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോയി മോനെ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും വെറുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിലേക്കാ. പിന്നെ ഹബീബായ നബി തങ്ങളെ ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു കാലം. ഹബീബിന്റെ മുഖത്തേക്ക് കണ്ണ് നിറച്ച് നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയി മോനെ. എന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് ഒരു ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം നിങ്ങളാരും പോകാതെ എന്റെ അരികത്ത് നിൽക്കണേ. നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ആശ്വാസമുണ്ടാകും.
യാ അല്ലാഹ് ഹത്താ അസ്തഅനിസ ബികും, നിങ്ങൾ എന്റെ അരികത്ത് ആരും പെട്ടെന്ന് പോവരുത്. എന്നെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു നേരം അവിടെ നിൽക്കണേ. അവിടെ നിൽക്കുമ്പോ എന്താ സ്വഹാബികൾ ചെയ്യുക? കഥ പറയും, നമ്മളെ പോലെ രാഷ്ട്രീയം പറയും. സ്വഹാബിമാർ എന്ത് ചെയ്യും? ഒന്നുകിൽ ദിക്റ് ചൊല്ലും, അല്ലെങ്കിൽ ഖുർആൻ ഓതും, അല്ലെങ്കിൽ നന്മ ചെയ്യും, നല്ലത് പറയും. ഹത്താ അസ്തഅനിസ ബികും, നിങ്ങൾ എന്റെ അടുത്ത് നിൽക്കണേ, എന്നെ ഒറ്റക്കാക്കി പോകരുത്. നിങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് ആശ്വാസമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ തൽഖീൻ ചെയ്യുമ്പോൾ അവിടെ നിൽക്കണില്ലേ? ആ നിൽക്കുന്നത് മയ്യിത്തിന് ആശ്വാസമല്ലേ? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ലഹു ഹുക്മുർ റഫ്ഇ എന്ന് പറയും. ഇത് ഹബീബായ നബിയിൽ നിന്ന് കേൾക്കാതെ ഒരു സ്വഹാബിയും അദൃശ്യ ലോകത്തെക്കുറിച്ച് പറയില്ല. ഇത് റഫ്ഇന്റെ ഹുക്മുള്ള ഹദീസാണെന്ന് പറയും. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റേത് സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണിത്. അംർ ഇബ്നു ആസ് എന്നവരുടെ അസർ മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് തൽഖീനിന്റെ സംഭവത്തിന് ഉപോത്ബലകമായ ഷാഹിദാണ് എന്ന് തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാം, ഇമാം അശ്ശൻഖീതി മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീതി ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഖുർആൻ വ്യാഖ്യാതാവാണ്. ബിദ്അത്തിന്റെ ഒരൽപ്പം ചുവകളുള്ള പരാമർശങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ മുബ്തദിഅകളായ ആളുകളൊക്കെ അംഗീകരിക്കുന്നതാണ്. ഇമാം അശ്ശൻഖീതി എന്നവര് പ്രഗത്ഭനായ പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളിൽ ചില പ്രശ്നങ്ങൾ അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, മുഹമ്മദ് അമീൻ അശ്ശൻഖീതി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട് അദ്വാഉൽ ബയാൻ ഫീ ഇളാഹിൽ ഖുർആൻ ബിൽ ഖുർആൻ, 4ാമത്തെ വോള്യം 437ാമത്തെ പേജ്. هذا الأثر عن عمرو بن العاص له حكم الرفع إلى نبينا. عمرو بن العاص എന്നവരെ ഈ പറയുന്ന സംഭവം അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടതായിരിക്കണം. ഇത് ഹബീബിൽ നിന്ന് ഡയറക്റ്റ് കേട്ടതുപോലെ ആണ് ഈ വിഷയം മനസ്സിലാക്കേണ്ടത് എന്ന് ഇമാം ഷൻഖീതി തങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പുത്തനാശയക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ആള്. രണ്ടാമത്തേത് ഇമാം അബൂ ദാവൂദ് എന്നവരെ അവരുടെ സുനനിൽ, ഇമാം ഹാക്കിം എന്നവർ അവരുടെ മുസ്തദ്റക്കിൽ, ഇമാം ബൈഹഖി അവരുടെ സുനനിൽ, ഇമാം ബസ്സാർ എന്നവരെ ഇവരൊക്കെ സ്വഹീഹാണെന്ന് പറഞ്ഞ സംഭവം ഇമാം നവവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ ഇസ്നാദുഹു ജയ്യിദുൻ എന്ന് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ റിവായത്ത്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്ത്, ഒരു മയ്യിത്തിനെ മറവ് ചെയ്താൽ വഖഫ അലാ തഫീരിൽ ഖബർ, ഖബറിന്റെ അരികത്ത് നിൽക്കും. വഖാൽ, എന്നിട്ട് തങ്ങൾ പറയും ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ. വസലുല്ലാഹു ലഹു തസ്ബീത്, അവർക്ക് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കണേ. ഫഇന്നഹുൽ ആന യുസ്അലു, ഇപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകളാൽ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ അയാൾക്ക് തസ്ബീത്തിനെ ചോദിക്കണേ. ഒരു മനുഷ്യൻ ചെയ്തതല്ലാതെ വേറൊന്നും ഒരാൾക്ക് കിട്ടൂല എന്ന് പറയുന്ന ആളുകൾ ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറയും? തസ്ബീത്ത് പറഞ്ഞാൽ കിട്ടൂലേ? അതിനർത്ഥം എന്താണ്? മുസ്ലിം ഈമാനിന്റെ വലയത്തിലുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയും. ഈമാനിന്റെ വലയത്തിലുള്ള ആളുകൾക്ക് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന നന്മകൾ ലഭിക്കും. ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും, ഏത് സൽക്കർമ്മവും മരിച്ച മയ്യിത്തുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാഹു ഖബൂലാക്കും. ഇത് തന്നെയാണ് ലോക മുസ്ലിമീങ്ങളിൽ പ്രാമാണികരായ പണ്ഡിതരിലെ ജംഹൂറുൽ ഉലമ, ബഹുഭൂരിപക്ഷം വരുന്ന ആലിമീങ്ങളുടെ അഭിപ്രായം. മറുത്തഭിപ്രായം ഉള്ള ആളുകളുണ്ട്, പക്ഷെ ജംഹൂറിന്റെ അഭിപ്രായം ഉപകാരം ലഭിക്കും എന്ന് തന്നെയാണ്. ഇബ്നു തൈമിയ്യ മജ്മുഉൽ ഫതാവയിൽ 24ാമത്തെ വോള്യം 299ാമത്തെ പേജ്. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ തൽഖീൻ പാടില്ല എന്ന് പറയുന്നവരെ, നമ്മുടെ നാടുകളിലെ ബിദ്അഈ ആശയത്തിൽപ്പെട്ടവരുടെ ആപ്പമാരോ ഉമ്മാരോ മരിച്ചാൽ അല്ലാഹുമ്മ സബ്ബിത്ഹു എന്ന് മാത്രം ചൊല്ലിയിട്ട് തൽഖീൻ ഏതെങ്കിലും ഒരു ഉസ്താദ് ഇരുന്നാൽ തന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ബിദ്അത്താന്ന് പറയും. ആ പറയുന്ന ആളുകൾ തലയിൽ കൊണ്ടുവച്ച് നടക്കുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഒന്നെടുത്തു നോക്ക്. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ ബിദ്അത്ത് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴേ ഒന്നെടുത്തു നോക്ക. മജ്മുഉൽ ഫതാവ 24ാമത്തെ വോള്യം 299ാമത്തെ പേജ്. അദ്ദേഹം പറയാണ്, വഹാദ തൽഖീൻ ഫഅലഹു അബൂ ഉമാമ മിനസ് സ്വഹാബ. ഈ തൽഖീൻ മോനെ, അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് ചോദിക്കുമ്പോ ഫഖുൽ ബിലിസാനിൻ, നിന്റെ നാവ് കൊണ്ട് തൽഖീൻ നീ വളരെ സ്ഫുടമായിട്ട് പറയണം, അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബിയ്യി വൽ ഖുർആനു ഇമാമി വൽ കഅബത്തു ഖിബ്ലതി വൽ മുഅ്മിനൂന ഇഖ്വാനി വൽ മുഅ്മിനാതു അഖവാതി എന്ന് പറയണേ എന്ന് പറയുന്ന തൽഖീൻ ബിദ്അത്താണെന്ന് പറയുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണം. അവര് പറയാണ്, അബൂ ഉമാമ എന്ന സ്വഹാബി ഇത് ചെയ്തിട്ടുണ്ട്. വഫഅലഹു വാസിലത്തു ഇബ്നുൽ അസ്ഫഅ റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്, അവര് ചെയ്തിട്ടുണ്ട്. അജ്മഈൻ വഗൈറുഹുമാ, ഇവരെല്ലാത്തവരും ഇത് ചെയ്തിട്ടുണ്ട്. തൽഖീൻ എങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലാണ്ടായി പോയത്? നമ്മുടെ നാടുകളിൽ കുറഞ്ഞു വരികയാണ്.
അപ്പോഴേക്ക് തസ്ബീത്ത് കഴിഞ്ഞ ആൾക്കാർ പോവാ, ഇനിയുള്ളത് ബിദ്അത്താന്ന് പറഞ്ഞിട്ട്. അത് ബിദ്അത്തല്ല മുഅ്മിനെ. സമയമുണ്ടോ? നീ നിന്നേക്ക്, സമയല്ലേ, നിനക്ക് വേണമെങ്കിൽ പോയിക്കോ, പക്ഷേ അത് ചെയ്യുന്ന തെറ്റാണെന്ന് പറയല്ലേ. മഹാന്മാരായ ഉസ്താദുമാര് പൈസ കിട്ടാൻ വേണ്ടി ചെയ്യാൻ അങ്ങനെ ഉണ്ടോ? അതാണോ നിങ്ങൾ പറയേണ്ടത്? ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം, പ്രാമാണികരായ പണ്ഡിതന്മാർ ചെയ്ത വിഷയം നന്മയെ നന്മയായി കാണണ്ടേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിൽ ഒരു കണിക പോലും ഇല്ലായ്മ ചെയ്യാൻ ഒരു മുബ്തദിഇനും സാധിക്കരുത്. ദീനിന്റെ നിയമങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ്. തലമുറകൾക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടതാണ്. അതൊക്കെ ഇല്ലായ്മ ചെയ്ത് കട്ട് ചെയ്ത് ഷവർമ അരിയണ പോലെ അരിഞ്ഞാൽ അവസാനം ദീനുണ്ടാവില്ല. ഇവിടെ നന്മകളെ തിന്മകളാക്കി നിങ്ങൾ തമസ്കരിക്കരുത് എന്ന് മാത്രമാണ് ഇനിയും എനിക്ക് പറയാനുള്ളത്. ഇബ്നു തൈമിയ്യയുടെ കിതാബാണ് ഇഖ്തിദാഉസ് സിറാത്തുൽ മുസ്തഖീം, പേജ് 326. അദ്ദേഹം പറയുന്നു, ഇബ്നു തൈമിയ്യയുടെ കിതാബാണ്, ബിഅന്ന തൽഖീന ജായിസ്, തൽഖീൻ ജായിസാൻ, പറ്റുന്ന സംഗതിയാണ്, ഒരു വിരോധവുമില്ല. വനുഖില അനി സലഫിൽ ഖിറാം, മുൻഗാമികളായ ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. വഹാദല്ലദീ അഖ്താറുഹു, എന്റെ അഭിപ്രായവും അത് തന്നെയാണ്. ആര് പറഞ്ഞു? നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ. ഇതിനെന്തിനാ ഞങ്ങൾ ബിദ്അത്താന്ന് പറയുന്നത്? നന്മകൾ തുടരട്ടെ. നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മരിച്ചുപോയ മുഅ്മിനാത്തുകൾ, അവരുടെ ഖബറിലേക്ക് ഉപകാരം കിട്ടട്ടെ. അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. മുഗ്നിയിൽ ഇബ്നു ഖുദാമത്തുൽ മഖ്ദസി ഹംബലി പണ്ഡിതനാണ്. അദ്ദേഹം മഹാനായ ഖാദി അബൂ യഅല, മഹാനായ അബുൽ ഖത്താബ് റഹ്മഹുമുല്ലാഹ്, രണ്ട് പ്രഗൽഭരായ പണ്ഡിതന്മാർ, അവർ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയം പറയുന്നുണ്ട്. അത് തന്നെയാണ് ശൈഖുൽ ഇസ്ലാം അൽ ഇമാമുൻ നവവി. ശൈഖുൽ ഇസ്ലാം എന്നുള്ളത് ഇബ്നു തൈമിയ്യക്ക് മാത്രമുള്ള ടൈറ്റിലല്ല. ശൈഖുൽ ഇസ്ലാമുമാർ ഈ ഉമ്മത്തിൽ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം നവവി തങ്ങളതിൽപ്പെട്ട ആളാണ്. ശൈഖുൽ ഇസ്ലാം അൽ ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ കിതാബുർ റൂഹിൽ പറയുന്നത്. കിതാബുർ റൂഹ് എടുത്തു നോക്കിയാൽ 13ാമത്തെ പേജ് മഹാനായ ഇബ്നു ഖയ്യിം തങ്ങൾ ഈ വിഷയം പറയുന്നുണ്ട് വളരെ മനോഹരമായി. വയദുല്ലു അലാ ഹാദാ, സുബ്ഹാനല്ലാഹ്, വയദുല്ലു അലാ ഹാദാ, മരിച്ചുപോയ മയ്യിത്തിനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ സിയാറത്ത് ചെയ്യുമ്പോഴും അവര് വന്ന് സന്ദർശിക്കുമ്പോഴും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്നതിന്റെ തെളിവ് മാ ജറാ അലൈഹി അമലുൻ നാസി ഖദീമൻ വ ഇലൽ ആൻ, ഇന്നും മുമ്പ് കാലം മുതൽ ഇന്നേ വരെ തുടർന്നു പോരുന്ന നന്മ, മിൻ തൽഖീനിൽ മയ്യിത്ത് ഫീ ഖബ്രിഹി, ഒരു മയ്യിത്തിനെ ഖബറിലേക്ക് വെച്ചാൽ ആ മയ്യിത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത് ഒരു മയ്യിത്ത് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ്. ആര് പറഞ്ഞു? ഇബ്നു തൈമിയ്യയുടെ അരുമ ശിഷ്യനായ അല്ലാമ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ. വലൗലാ അന്നഹു യസ്മഉ ദാലിക, ഇത് മയ്യിത്ത് കേൾക്കില്ലായിരുന്നെങ്കിൽ, അതുകൊണ്ട് ഉപകാരം ലഭിക്കില്ലായിരുന്നെങ്കിൽ, കാന അബസൻ, ഇത് ഒരു വെറും പണിയായിരുന്നു. ഇമാം അഹ്മദ് എന്നവരോട് ചോദിച്ചു, തൽഖീന് ചൊല്ലാൻ പാടുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ ഫസ്തഹ്സനഹു, അദ്ദേഹം അത് നല്ലതാണെന്ന് പറഞ്ഞു. വഹ്തജ്ജഹു അഹ്തജ്ജ അലൈഹി ബിൽ അമലി, മുസ്ലിമീങ്ങളായ ആളുകൾ അതുകൊണ്ട് അമല് ചെയ്യുന്നുണ്ട് എന്ന് തെളിവ് പറയുകയും ചെയ്തു. ഹദീസ് ദഈഫാണെങ്കിൽ തന്നെയും മറ്റു തെളിവുകൾ ലഭിച്ചതിന്റെ പേരിലാണ് പ്രാമാണികരായ പണ്ഡിതന്മാർ ഇത് ന്യായമായും ചെയ്യേണ്ടതാണ്, ജായിസാണ്, മുസ്ലിമീങ്ങൾ ചെയ്യാറുള്ളതാണ്, ഒരു വിരോധവുമില്ല എന്ന് പറയുന്നത്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മജ്മൂഇലും കിതാബുർ റൗദയിലും അദ്കാറിലും ഇമാം നവവി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇമാം നവവി തങ്ങളെ വെല്ലാൻ പോകുന്ന പണ്ഡിതന്മാരുണ്ടോ? ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനല്ലയോ നമ്മുടെ ഇമാമുൻ നവവി? മഹാനവറുകൾ പറയുന്നു, വഹാദ തൽഖീനു ഇസ്തഹബ്ബഹു ജമാഅത്തുൻ കസീറൂന മിൻ അസ്ഹാബിനാ, ശാഫിഈ മദ്ഹബിന്റെ അസ്ഹാബുകളിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അത് സുന്നത്താണ്, പുണ്യമാണ്, നല്ലതാണെന്ന് പറഞ്ഞതാണ്. മഹാനായ ഇബ്നു സ്വലാഹ് അവര് പറഞ്ഞിട്ടുണ്ട്, ഹുവൽ മുഖ്താർ, ഇതാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം. മറുത്തഭിപ്രായപ്പെട്ടവരുണ്ടെങ്കിൽ തന്നെയും വഹുവല്ലദീ യുഅമലു ബിഹി, മയ്യിത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, റവൈനാ ഫീഹി ഹദീസൻ, ഒരു ഹദീസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലൈസ ഇസ്നാദുഹു ബിൽ ഖായിം, ആ ഇസ്നാദിൽ സനദിൽ പ്രശ്നങ്ങളുണ്ട്, അത് ദഈഫാണെങ്കിൽ തന്നെയും. ലാകിൻ യഅതദ ബിശവാഹിദ വബിഅമലി അഹ്ലി ശാം ഖദീമാ, അതിന് സാഹചര്യ തെളിവുകൾ, മറ്റു തെളിവുകളുണ്ട്. ഷാമുകാരായ പണ്ഡിതന്മാരും നാട്ടുകാരും മുഴുവനും അതനുസരിച്ച് അമല് ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞു? ഇമാമുനാ നവവി റളിയല്ലാഹു തആല അൻഹു. സല്ലല്ലാഹു ലഹു തസ്ബീത്,
അള്ളാഹുവിനോട് തസ്ബീഹിനെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ഹദീസ് അടക്കമുള്ള വിഷയങ്ങളെ ഇതിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. യസ്മഉ ഖശ്ഖശ് നിആലിഹിം ഖഫ്ഖ നിആലിഹിം, മുഅ്മിനീങ്ങളായ ആളുകളെ, മയ്യിത്ത് മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ചു കിടക്കുന്നവരെ സന്ദർശിക്കാനും അവരോട് സലാം പറയാനും വരുമ്പോൾ അവരുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് കേൾക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസ് വെച്ച് മനസ്സിലാക്കിയാൽ തൽഖീൻ പറയുന്നത് അവർ കേൾക്കില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഈ തെളിവുകളെല്ലാം വെക്കുന്നത് പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ്. ഒരു ഹദീസിന്റെ ദുഅഫുണ്ടായതിന്റെ പേരിൽ മാത്രം ഇത് ബിദ്അത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അവസാനമായി പറയട്ടെ, നമ്മൾ മഹാന്മാരുടെ പേരിൽ അറിവ് ചെയ്യുന്നുണ്ട്. ഇവിടെ മഹാന്മാരുടെ പേരിൽ അന്നദാനം ചെയ്യും, മഹാന്മാരുടെ പേരിൽ മാംസ വിതരണം ചെയ്യും. മഹാന്മാരുടെ ഉറൂസുകളോ അനുസ്മരണങ്ങളോ നടക്കുമ്പോ, അല്ലെങ്കിൽ ബദ്രീങ്ങളുടെ പേരിൽ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ, മഹാനായ റിഫായി ശൈഖിന്റെ പേരിൽ, മഹത്തുക്കളായ ആളുകളുടെ പേരിൽ നമ്മൾ എന്തെങ്കിലും മാംസം ദാനം ചെയ്യുമ്പോഴേക്കും ഇത് ശിർക്കിന്റെ മാംസമാണ്, ഇത് ഞങ്ങളുടെ വീട്ടിക്ക് വേണ്ട എന്ന് സ്റ്റിക്കറൊട്ടിച്ചു വെക്കുന്ന ആളുകളെ, അങ്ങനെ കളിയാക്കി പറയുന്നവരെ, അള്ളാഹുവിനല്ലാതെ അറുക്കപ്പെട്ടത് പാടില്ല എന്ന് പറയുന്നവർ, അവരറിയണേ ഇത് അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെയാകുന്നത് എങ്ങനെ, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെയാകുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി നബി തങ്ങൾ ഉദ്ഹിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി നബി തങ്ങൾ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ഉദ്ഹിയ്യത്തിനെ സംബന്ധിച്ച് വന്ന ഹദീസുകൾ പരിശോധിക്കുക. ഇമാം ബസ്സാർ എന്നവർ അവരുടെ മുസ്നദിൽ, ഇമാം തബറാനി മുഅ്ജമുൽ കബീരിൽ, ഇമാം മുഹമ്മദ് എന്നവർ മുസ്നദിൽ, ഇമാം ബൈഹഖി എന്നവർ സുനനുൽ കുബ്രയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിനെ കൊണ്ടുവരുന്ന സ്വഹീഹായ ഹദീസ്, أن النبي صلى الله عليه وسلم ضحى يوم النحر بكبشين أقرنين أملحين موجوعين سمينين. പെരുന്നാൾ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് മനോഹരമായ ആടുകളെ, കൊമ്പുള്ളവയെ, ശരീരമുള്ള തടിച്ച 2 ആടുകളെ ഹബീബായ നബി തങ്ങൾ ഉദ്ഹിയ്യത്ത് ചെയ്തു. ഒന്നാമത്തെ ഉദ്ഹിയ്യത്ത് നബി തങ്ങൾ ചെയ്തപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ മിൻക വ ഇലൈക ഹാദാ അമ്മൻ ഷഹിദ ലക ബിത്തൗഹീദ് വലി ബിൽ ബലാഗ് മിമ്മൻ യുളഹി മിൻ ഉമ്മതി. അല്ലാഹുവേ, ഈ ഉദ്ഹിയ്യത്ത് എൻ്റെ ഉമ്മത്തികളിൽ ഉദ്ഹിയ്യത്ത് അറുക്കാൻ കഴിയാത്തവരുടെ പേരിലാണ്. ഈ ഉമ്മത്തിൽ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റാത്തവരുടെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. അത് കഴിയാത്തവരുടെ പേരിൽ ഞാൻ ചെയ്യുന്നു അല്ലാഹുവേ. അങ്ങനെ രണ്ടാമത്തേതിൽ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ മിൻക വ ഇലൈക ഹാദാ അൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ ഉദ്ഹിയ്യത്താണ്, മുഹമ്മദ് നബിയുടെ അഹ്ലു ബൈത്തിന്റേതുമാണ് എന്ന് പറഞ്ഞ് രണ്ടാമത്തേത് ഉദ്ഹിയ്യത്ത് അറുത്തു. ഇനിയുള്ള വിഷയം അതല്ല നബി ചെയ്തു, ശരി തന്നെ, വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഉദ്ഹിയ്യത്ത് എന്ന് പറയും പെരുന്നാളിന്റെ ഉദ്ഹിയ്യത്ത് മാത്രമല്ല, മാംസ വിതരണം ചെയ്യുന്ന പരിപാടി അലി റളിയല്ലാഹു അൻഹു ചെയ്തു, ഉദ്ഹിയ്യത്ത് തന്നെ ചെയ്തു. അലി റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയല്ലേ, 4ാമത്തെ ഖലീഫയല്ലേ. സംഭവം എവിടെയാണുള്ളത് എന്ന് ചോദ്യം വരപ്പോഴേക്കും അബൂദാവൂദ് എന്നവരുടെ സുനനിൽ, ഇമാം തുർമുദി തങ്ങളുടെ സുനനിൽ, ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിൽ, ഇമാം ബൈഹഖിയുടെ സുനനിൽ കുബ്രയിൽ വളരെ സ്വഹീഹായി വന്ന ഹദീസാണിത്. അന്ന അലിയൻ റളിയല്ലാഹു അൻഹു വഅർളാഹു, സ്വഹീഹായ അസർ, അലി തങ്ങൾ ളഹ്ഹാ ബികബ്ശൈനി അഖ്റനൈനി അംലഹൈനി മൗജൂഅൈനി സമീനൈൻ. അല്ലാഹുവിന്റെ റസൂൽ ഉദ്ഹിയ്യത്ത് അറുത്ത അതേ ഗുണങ്ങളുള്ള 2 ആടുകളെ അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് ഉദ്ഹിയ്യത്ത് ചെയ്യുകയാണ്. ഒന്നാമത്തെ ആടിനെ കിടത്തിയിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹി അല്ലാഹുമ്മ മിൻക വലക. അല്ലാഹുവേ, ഇത് നിനക്കുള്ളതാണ്, ഇത് നീ തന്നതാണ്, നിനക്കുള്ളതാണ്. ലക മിൻ മുഹമ്മദിൻ അലൈഹിസ്സലാം. അല്ലാഹുവേ, ഇതിന്റെ കൂലി റസൂലുള്ളാഹി കൊടുക്കണേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ പേരിൽ ഉദ്ഹിയ്യത്ത് ചെയ്തു. ആര്? അലി റളിയല്ലാഹു അൻഹു. ഇന്നാളുടെ പേരിൽ ഫാത്തിഹ ഓതുമ്പോഴേക്കും ബിദ്അത്ത് എന്ന് പറയുന്നവർ, ഇന്നാളുടെ പേരിൽ ഒരു മാംസ വിതരണം ചെയ്യുമ്പോൾ അള്ളാന്റെ പേരിലല്ലല്ലോ എന്ന് പറയുന്നവര്,
അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്ന മുഅ്മിനായ ഏത് മനുഷ്യന്റെ പേരിലും നന്മ ചെയ്യാൻ പറ്റും. സ്വാലിഹീങ്ങളുടെ പേരിൽ ചെയ്യുമ്പോൾ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായി പറയാനാണ് അത് ചെയ്യുന്നത്. അള്ളാഹുവേ ഇത് റസൂലുള്ളാന്റെ പേരിലാണെന്ന് പറഞ്ഞ് ആദ്യത്തെ മൃഗത്തെ ഉദ്ഹിയ്യത്ത് ചെയ്തിട്ട് സുമ്മ തസദ്ദഖ ബിലഹ്മിഹി, ആടിന്റെ മാംസം മുഴുവൻ മഹാനായ അലി തങ്ങൾ സ്വതക്ക ചെയ്യാൻ പറഞ്ഞു. സുമ്മ അദ്ജഅ അസ്സാനി, എന്നിട്ട് രണ്ടാമത്തെ ആടിനെ കിടത്തി വദബഹു ബിയദിഹിൽ മുബാറക, അലി തങ്ങളുടെ ബർക്കത്തുള്ള കൈകൊണ്ട് അലി തങ്ങൾ അതിനെ അറുക്കുകയും എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ മിൻക വലക, അല്ലാഹുവേ നിനക്കുള്ളതാണ് നിന്നിലേക്കാണ്, ലക മിൻ അലിയിൻ, ഇത് അലിയുടെ ഉദ്ഹിയ്യത്താണ് അല്ലാഹുവേ. എന്നിട്ട് ആ മാംസം മുഴുവൻ വിതരണം ചെയ്യാൻ പറഞ്ഞില്ല, അല്പം എനിക്ക് മാംസം ഭക്ഷണമാക്കി തരണം എന്ന് പറയുകയും അല്പം അതിന് ഭക്ഷിക്കുകയും എന്നിട്ട് ബാക്കി സ്വതക്ക ചെയ്യുകയും ചെയ്തു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ പേരിൽ ചെയ്യുന്നത്, മുഹൈദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ, സുഹാബത്തിന്റെ പേരിൽ, ശുഹദാഇന്റെ പേരിൽ, മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിൽ ചെയ്യുമ്പോഴേക്കും ബിദ്അത്ത് എന്ന് പറയല്ലേ, അത് ദീനിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്, അതിന് യാതൊരു വിരോധവുമില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ അറുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം വരാം. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും നമ്മൾ ചെയ്യുമ്പോഴേക്കും അതിന്റെ ഒരു കാർബൺ കോപ്പി അള്ളാഹിന്റെ റസൂലിന് പോകുന്നുണ്ട്. കാരണം നമ്മെ പഠിപ്പിച്ചത് നബിയാണ്. എന്നിട്ട് പോലും അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാൻ കാരണം ഇൽഹാറൻ ലിഹുബ്ബിഹി ലിറസൂലില്ലാഹ്, അള്ളാഹിന്റെ റസൂലിന് അതിന്റെ പ്രതിഫലം കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല, അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് അത് ചെയ്തത്. നബിയോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കാൻ. സ്വാലിഹീങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമല്ലേ? സജ്ജനങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമല്ലേ? നമ്മുടെ സ്വാലിഹീങ്ങൾക്ക് വേണ്ടി ഈ മഹാനായ ഖാദി ഹസൈനാർ തങ്ങളുടെ പേരിൽ ഒരു ബലിമൃഗത്തെ നമ്മൾ അറവ് ചെയ്താൽ മാംസ വിതരണം ചെയ്യുമ്പോ അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം ആ മഹാന് കൊടുക്കണമേ എന്ന് നമ്മൾ പറഞ്ഞു ചെയ്യുന്നതാണ് നേർച്ചയുടെ മാംസം എന്ന് പറയുന്നതെങ്കിൽ അതിനെപ്പറ്റി ബിദ്അത്ത് എന്ന് പറയരുത്, അത് ഹറാമിന്റെ മാംസമാണെന്ന് പറയരുത്. മഹാനായ മുഹൈദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പ്രഗൽഭനല്ലേ, ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനല്ലേ, അല്ലാഹുവിന്റെ ആരിഫല്ലേ, റബ്ബിന്റെ വലിയല്ലേ, അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം ആ മഹാന് കൊടുക്കണേ എന്ന് പറയുമ്പോ ആ മഹാനോടുള്ള സ്നേഹ പ്രകടനമാണ്. അതോടൊപ്പം നിങ്ങൾ ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്ന പോലെ ആ മഹാനെ ഹദിയ ചെയ്യുമ്പോൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ശഫാഅത്ത് കിട്ടും, അവരുടെ ശുപാർശ കിട്ടും എന്ന പ്രതീക്ഷയിൽ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന അമല് മറ്റേതെങ്കിലും അവിശ്വാസികൾ ചെയ്യുന്ന അമല് പോലെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇത് ബിംബങ്ങൾ കറുക്കുന്ന പോലെയാണ് എന്ന് പറയരുത്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പണികളെ പറ്റി അത് പറയാൻ പാടില്ല. അലി തങ്ങൾ ചെയ്തു വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു ചോദ്യം വരാം. അതിന് മറുപടിയാണ് മഹാനായ അല്ലാമ സിറാജ് അബുൽ അബ്ബാസ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാന്റെ പേര് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് എന്നാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഈ മഹാൻ 12,000 തവണ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ മാംസ വിതരണം ചെയ്ത മഹാനാണ്. 12,000 ആടുകൾ ജീവിതകാലം. ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ 12,000 ഖത്തം ഖുർആൻ ഓതിയ മഹാനാണ് മഹാനായ അല്ലാമ സിറാജ് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇതാരാന്നറിയോ? ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദ്, ഇമാം മുസ്ലിം തങ്ങളുടെ ഉസ്താദ്. എന്നാൽ ഈ മഹാൻ 97 വയസ്സ് വരെ ജീവിച്ച ആളാണ്. ഇമാം ബുഖാരി തങ്ങൾ എന്ന ശിഷ്യൻ മരിച്ച് 50 കൊല്ലം വീണ്ടും ജീവിച്ച മഹാനാണ്. ശിഷ്യന്റെ മരണശേഷവും ജീവിച്ച ഗുരുനാഥനാണ്. ഇമാം മുസ്ലിം തങ്ങളുടെ ഉസ്താദാണ്. സിഖത്തുൻ, ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും കണ്ണും ചിമ്മി ഉദ്ധരിക്കുന്ന മഹാനാണിത്. കാരണം അത്രയും സത്യസന്ധനായ പണ്ഡിതൻ. ഹിജ്റയുടെ 216 ജനിക്കുകയും ഹിജ്റ 313 വഫാത്താവുകയും ചെയ്ത് 97 വയസ്സ് വരെ ജീവിച്ച മഹാനായ അല്ലാമ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ഈ മഹാൻ ضحى عن النبي صلى الله عليه وسلم 12,000 أضحية.
നമ്മുടെ കിതാബുകളിൽ പ്രാമാണികമായി രേഖപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് ഇമാം ദഹബി. വേറെ ഏതെങ്കിലും ഇമാമിങ്ങളെ പറയുമ്പോ അത് സുന്നികളുടെ ഏതെങ്കിലും ദഈഫ് കിതാബാന്ന് പറയണ്ട. എല്ലാ മുബ്തദിഉം അംഗീകരിക്കുന്ന ആളാണ് ഇമാം ദഹബി. ഇമാം ദഹബിയുടെ സിയർ അലാമുൻ നുബല എടുത്തു നോക്കിയാൽ ഈ മഹാനായ അല്ലാമ സിറാജ് തങ്ങളുടെ തർജ്ജമ നോക്ക്. അവിടെ കാണാൻ കഴിയും 12,000 തവണ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ബലിമൃഗങ്ങളെ അറുക്കുകയും തന്റെ ശിഷ്യന്മാരെ ഓരോ ആഴ്ചയിലും വിളിച്ചുകൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ അന്നദാനം നടത്തിയ, മാംസവിതരണം നടത്തിയ മഹാനാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദും ഇമാം മുസ്ലിം എന്നവരുടെ ഉസ്താദുമായ അല്ലാമ സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ മുഴുവൻ പേര് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് എന്നാണ്. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ഈ വിഷയം എവിടെയാണ് എന്ന സംശയത്തിന് മറുപടി ഇമാം ദഹബിയുടെ സിയർ അലാമുൻ നുബലായിൽ 14-ാമത്തെ വോള്യം 388-ാമത്തെ പേജിൽ. കാരണം ഇമാം ദഹബിയെ തള്ളി പറയാൻ നമ്മുടെ മുബത്തദികൾ കഴിയൂല. ഇമാം ദഹബി തങ്ങൾ മോശക്കാരനാണെന്ന് പറയാൻ അവർക്ക് ധൈര്യം വരൂല. ഇമാം ദഹബിയെ അംഗീകരിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിനും കഴിയില്ല, പ്രത്യേകിച്ച് മുബത്തദികൾക്ക് തീർച്ചും കഴിയില്ല. അതുകൊണ്ടാണ് അവരുടെ ഗ്രന്ഥം ഞാൻ ഉദ്ധരിക്കാൻ, അവരുടേതെന്ന് പറയല്ല, അവരെ പോലും അംഗീകരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് 12,000 ഖത്മ റസൂലുള്ളാഹിന്റെ പേരിൽ ഖതം തീർത്ത ആളാണ്. മഹാന്മാരുടെ പേരിൽ ദിക്ർ ചൊല്ലുമ്പോഴേക്കും ബിദ്അത്ത് എന്ന് പറയുന്നത്, മരിച്ചു കഴിഞ്ഞ ആളുടെ പേരിൽ തഹ്ലീൽ ചൊല്ലുമ്പോൾ ഖതം തീർക്കുമ്പോൾ ബിദ്അത്ത് എന്ന് പറയല്ലേ. ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളതാണ്.